അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, കാരണവന്മാർ, മഹത്തായ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നവർ, ഇവിടെ ഒരുമിച്ച് കൂടാനുണ്ടായ കാരണം എല്ലാവർക്കും അറിയുന്നത് പോലെ നമുക്കെല്ലാവർക്കും അറിയുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഉസ്താദിൻ്റെ ആണ്ടിനോടനുബന്ധിച്ച് ഉസ്താദിൻ്റെ ഓർമ്മകൾ എന്നുള്ള ഒരു സെഷൻ നമ്മുടെ ഈ അങ്ങാടിയിൽ വെച്ച് നടക്കണമെന്നുള്ള തീരുമാനപ്രകാരം നടക്കുകയാണ്. ഇന്നലെ നമ്മളെ ഉസ്താദിൻ്റെ ആണ്ട് ആരംഭിച്ചു. അൽഹംദുലില്ലാ 2-3 സെഷനുകളായി നല്ല ഉഷാറായി പരിപാടി നടന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്‌രിബിന് ശേഷവും ബുർദയും അതുപോലെ തന്നെ മറ്റുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നു. എല്ലാത്തിലും എല്ലാവരും പങ്കെടുക്കുക. നാളെ സമാപന ദിവസം ഇൻഷാ അല്ലാഹ് നമ്മുടെ ഭക്ഷണ വിതരണത്തോടുകൂടെ നമ്മളെ പ്രാർത്ഥനയോടുകൂടെ നമ്മളെ പരിപാടി സമാപിക്കും. അല്ലാഹു തആല നമ്മുടെ പരിപാടികളൊക്കെ നല്ല വിജയത്തിലാക്കി തരുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അലി ഉസ്താദിനെ സംബന്ധിച്ച് പറയുമ്പോൾ എന്നെക്കാളും കൂടുതൽ പരിചയമുള്ള വയസ്സിന് മൂത്ത കുറേ ആളുകൾ ഇവിടെ ഉണ്ടാവും. കുറഞ്ഞ പരിചയമെന്നുള്ള നിലക്ക് 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് മറ്റുള്ള കാര്യങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ് ഓരോരുത്തരെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ ഇടപെട്ട് സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ആമുഖം എന്നുള്ള നിലയിൽ 1-2 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഉസ്താദിൻ്റെ ജനനം ഒരു റബീഉൽ അവ്വൽ 12-നാണ് എന്നുള്ളത് തന്നെ വലിയ ഒരു സൂചനയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തോടനുബന്ധിച്ചുള്ള തിങ്കളാഴ്ച റബീഉൽ അവ്വൽ 12 ഇതൊരു വലിയ തുടക്കമാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ജനനം ആ ഒരു റബീഉൽ അവ്വൽ 12-നാണ് എന്നുള്ളത് തന്നെ വലിയൊരു നല്ലൊരു സൂചനയായി അല്ലാഹു തആല നമുക്ക് തന്നിരിക്കുകയാണ്. ഉസ്താദ് 82 വയസ്സ് ജീവിച്ചു എന്നാണ് കണക്ക്. അതിൽ മറ്റുള്ള വർഷത്തിൻ്റെ കണക്കനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസപ്പെട്ടിട്ടുണ്ടാവും. 1993 റജബ് 6-നാണ് ഉസ്താദിൻ്റെ വഫാത്ത്. ബഹുമാനപ്പെട്ട ഹാജ തങ്ങളുടെ വഫാത്തിൻ്റെ ദിവസം ഇന്ന് റജബ് 6-ആണ്. ആ ഒരു മഹത്വം കൂടി ഈ പരിപാടിക്കുണ്ട്. റജബ് 6-നാണ് ബഹുമാനപ്പെട്ട ഹാജ തങ്ങൾ വഫാത്തായത്. നമ്മുടെ ഉസ്താദ് വഫാത്തായതും റജബ് 6-നാണ്. ഉസ്താദിൻ്റെ മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഉസ്താദിൻ്റെ വഫാത്തിൻ്റെ ദിവസമാണ് ഈ വെള്ളിയാമ്പുറം എന്നല്ല, മറ്റുള്ള ഭാഗങ്ങളിലൊക്കെയുള്ള ആളുകൾ ഇന്നലെ ജയപ്പുർ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞല്ലോ, ആളുകൾ ഇങ്ങനെ പോകുന്നത് കണ്ട് 3-4 പ്രാവശ്യമായിട്ട് നമ്മൾ ഈ പള്ളിയിൽ വെച്ചിട്ടാണ് അന്ന് മയ്യിത്ത് നിസ്കാരം നടത്തിയത്. ഒരുപാട് ആളുകൾ അന്ന് ആ ജനാസ സംസ്കാരത്തിൽ വന്നു എന്നുള്ളതാണ്. അതാണ് നമുക്ക് എപ്പോഴും ഇങ്ങനെ കാണുന്ന ആളായതുകൊണ്ട് ആ മണം വാസനിച്ച് നമുക്ക് മൂക്കിന് മണമില്ലാത്തതുപോലെ ആ മഹത്വം ഒരുപാട് ആളുകൾ പല ആളുകളിൽ നിന്നും കേരളത്തിൽ എന്നല്ല ലോകത്ത് അറിയപ്പെടുന്ന ഒരു പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് അലി ഉസ്താദ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ആ ഒരു ഉള്ള കാലത്ത് നമ്മൾ അവർക്ക് വേണ്ടി കൂടുതൽ ബന്ധപ്പെട്ട് സേവനം ചെയ്യാനോ അവരുമായി നല്ല അടുപ്പത്തിലായി നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനോ അന്ന് നമുക്ക് തോന്നിയില്ല. ഏതായാലും അൽഹംദുലില്ലാ ഉള്ള അനുഭവം അനുസരിച്ച് ഒരുപാട് ആളുകൾക്ക് വിഷയങ്ങൾ പറയാനുണ്ടാവും. താനൂരിലാണ് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ തുടക്കകാലം. പിന്നെ താനൂരിൽ ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ ഉസ്താദായി ശിഷ്യനായി അവിടെ എത്തുകയും പിന്നീട് ഉസ്താദിൻ്റെ കൂടെ തന്നെ അവിടെ മുദരിസായി തന്നെ സേവനം ചെയ്തു. താനൂർ എന്നുള്ള പ്രത്യേക ഒരു 19 കൊല്ലത്തോളം 25 കൊല്ലത്തോളം ആ താനൂരുമായിട്ട് ഒരുപാട് ബന്ധങ്ങൾ ഉസ്താദിനുണ്ട്. ഒന്നാമത് അവിടെ ഇസ്ലാഹുൽ ഉലൂം അറബി കോളേജ്, അതുപോലെ തന്നെ അവിടെ കുളങ്ങര പള്ളി, അങ്ങനെ പള്ളിയുള്ള സ്ഥലങ്ങളിലൊക്കെ മറ്റുള്ള പല ഭാഗങ്ങളിലും ദർസ് നടത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് കൂടുതലായി വിശദീകരിക്കുന്നില്ല.
ജീവിതം എന്നുള്ളത് ഉസ്താദിൻ്റെ ഒരു അനുഭവമാണ്. ഉസ്താദിൻ്റെ ജീവിതത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ അന്നത്തെ കാലത്തെ ജീവിതം നമുക്കെല്ലാവർക്കും അറിയാം, വളരെ പ്രയാസകരമായ അവസ്ഥയിലായിരുന്നു. ഉസ്താദ് തന്നെ പറഞ്ഞതായിട്ട് ഓർമ്മ വരുന്നില്ല, മറ്റുള്ളത് പറഞ്ഞതായിട്ടുണ്ട്. അന്നത്തെ കാലത്തെ ഭക്ഷണങ്ങളൊക്കെ വളരെ പ്രയാസകരമായ അവസ്ഥയിലായിരുന്നു. പിണ്ണാക്ക് വരെ തിന്നിട്ട് ജീവിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. പിണ്ണാക്ക് തിന്ന് കുറച്ച് വെള്ളം കൊണ്ട് കുടിച്ചാൽ കുറച്ച് പള്ളക്ക് കുറച്ച് കനം കിട്ടും അല്ലേ സെൽബിയൊക്കെ? അന്നത്തെ കാലം അങ്ങനെ വളരെ പ്രയാസപ്പെട്ട കാലം. എനിക്കൊക്കെ ഓർമ്മയുണ്ട്, എൻ്റെ ഉമ്മയൊക്കെ അവിടെ പൂയിക്കുന്നത്ത് ചക്കരക്കിഴങ്ങ് പറിക്കാൻ പോയിട്ട് അതിൻ്റെ നാര് കൊടുത്തിട്ട് നമ്മൾ തിന്നിരുന്ന കാലം ഉണ്ടായിരുന്നു. പുഞ്ചപ്പാടത്തു നിന്ന് നമുക്ക് അതിൻ്റെ എന്താണ് അതിൻ്റെ പേര്, മുഖൻ്റെ അരുവിലുണ്ടാകുന്ന സാധനത്തിൻ്റെ പേര് എന്താണ്, ആമ്പലൻ്റെ കേങ്ങ് കൊടുത്തിട്ട് നമ്മൾ ഉപയോഗിച്ച് തിന്നിരുന്ന കാലം ഉണ്ടായിരുന്നു. വളരെ പ്രയാസപ്പെട്ട് ചക്ക മുറിച്ച് വിറ്റിരുന്ന സ്ഥലമാണ് ഇവിടെ. കഷ്ടമായിട്ട് നുറുക്കിയിട്ട് ചക്കൻ്റെ കുരു എടുക്കാനും ചക്കൻ്റെ മടൽ കാന്താനും വരെ ഇരുന്ന് ചക്ക പൈസ കൊടുത്ത് വാങ്ങാൻ കഴിവില്ലാത്ത ആളുകൾ ആ ഇടുന്ന മടലെടുത്തിട്ട് തിന്നിരുന്ന കാലം ഉണ്ടായിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഓർമ്മപ്പെടുന്നു പറയാൻ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ അന്നത്തെ കാലത്ത് വളരെ പ്രയാസകരമായി ഉസ്താദ് ഓതി പഠിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഓതി പഠിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അന്ന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഓതി പഠിച്ചിരുന്ന കാലത്ത് നമ്മളെ ബഹുമാനപ്പെട്ട പല പണ്ഡിതന്മാരും ഉസ്താദുമായി സഹകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട എം പി ഉസ്താദ് അടക്കം തലക്കടത്തൂരിൽ ഓതുന്ന സമയത്ത് ഉസ്താദിൻ്റെ അടുത്തേക്ക് വരും. ഉസ്താദിൻ്റെ അടുത്ത് വരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും രാത്രി സംസാരങ്ങളൊക്കെ നടക്കും. ആ വിഷയം ഉസ്താദ് തന്നെ നമ്മളെ മദ്രസയുടെ ഉദ്ഘാടനത്തിനൊക്കെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉസ്താദിൻ്റെ കിതാബിനെ സംബന്ധിച്ചിടത്ത് പറയുകയാണെങ്കിൽ ഉസ്താദ് ഒരുപാട് ഗ്രന്ഥങ്ങൾ, അതിൻ്റെ തഹ്ലീഖാത്തുകൾ, അതിന് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രത്യേകമായി ഫത്ഹുൽ മുഈനിൻ്റെ ആ ഫസ്റ്റ് പേജ് ഇങ്ങോട്ട് കണ്ടാൽ തന്നെ ഇനി ആ പേജിൽ എഴുതാൻ ഒരു സ്ഥലമില്ല. അത്ര വളരെ ഒരുപാട് കുറിപ്പാത്തുകൾ. അതുപോലെ തന്നെ ഉസ്താദ് നടക്കുമ്പോൾ ബെൽറ്റിലുണ്ടാവും എന്തെങ്കിലും ഒരു മസ്തല ചോദിക്കുന്ന സമയത്ത് ആ ബെൽറ്റിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ ആ ചുരുട്ടി മടക്കിയിട്ട് അതിങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും മസ്തലകളൊക്കെ നമ്മൾ ചോദിച്ചാൽ ഉസ്താദ് ആദ്യം അതിൻ്റെ ഉത്തരം പറയും. പക്ഷെ ഉസ്താദ് എന്താവും, ഒന്നും കൂടി കിതാബ് എടുത്തിട്ട് നോക്കിയിട്ട് ആ കിതാബ് ഇങ്ങോട്ട് ആ എടുക്കണ ഭാഗം തന്നെ ഉസ്താദ് ഇങ്ങോട്ട് മറിക്കണ ഭാഗം തന്നെയാണോ അതിൻ്റെ മറുപടിയിലുണ്ടാവും. അതൊരു വലിയ കഴിവായിരുന്നു ഉസ്താദുമാരൊക്കെ പരിഹസിക്കുന്ന ഒരു കാലഘട്ടം അന്നുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. ചിലരങ്ങനെ അറിവില്ലാത്തതുകൊണ്ട് പറയാണ്. അന്നത്തെ കാലത്ത് ആരോ ഇവിടുന്ന് ഒരാളിങ്ങനെ നടന്നു വരുമ്പോൾ വളരെ സ്ഥലപരമായ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് ഉസ്താദിനോട് ചോദിക്കാൻ മടിയുണ്ട്. എന്നാൽ ചോദിക്കുമ്പോൾ അത് കിട്ടും വേണം. അങ്ങനെ ചോദിച്ചപ്പോൾ ഉസ്താദ് പെട്ടെന്ന് അതിങ്ങനെ പെണ്ണ് വാങ്ങിയിട്ട് അങ്ങനെ കുത്തി കൽപ്പി കാണിച്ചു കൊടുത്തപ്പോൾ അവർ അത്ഭുതപ്പെടുകയാണ്. അവർ മാഷും കൂടിയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ മാഷ് അത്ഭുതപ്പെട്ടു പോയി. അവസാനം ഉസ്താദിനെ മറുപടി അറിഞ്ഞതൊക്കെ ചെയ്താലിങ്ങനെ പള്ളിൻ്റെ മൂലൊക്കെ ഒന്ന് മാന്തി ചൊറിഞ്ഞുണ്ടാക്കി പഠിച്ചതാണ് എന്ന് പറഞ്ഞപ്പോൾ, അപ്പൊ അന്നത്തെ കാലത്ത് ഏത് മസലകളും എന്ത് വിഷയങ്ങളും പണ്ഡിതന്മാർക്ക് അല്ലാതെ അത് പറയാൻ കിട്ടില്ല. ഏത് മാഷായിട്ടും കാര്യമില്ല. കോടതിയിൽ വരെ തിരൂർ കോടതിയിൽ ഒരു സംഭവം ഉണ്ടായ ചരിത്രം കാണുന്നുണ്ട്. ഒരു ഫറായിദിന്റെ മസാല പറയുന്ന സമയത്ത് അതിന്റെ തീർപ്പ് കോടതിക്ക് എത്ര ആളുകൾ എന്ത് എഴുതി കൊടുത്തിട്ടും അത് കോടതിക്ക് തൃപ്തിയാണില്ല. അവസാനമായി ഒരു ഉസ്താദിന്റെ ഒരു ഉദ്ധരണി അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്ത് അതങ്ങോട്ട് കോടതിയിൽ അവതരിപ്പിച്ചൊക്കെ അത് എല്ലാവർക്കും അത്ഭുതപ്പെട്ടു പോയി. അത് സ്വീകാര്യമായി എന്നുള്ളതാണ് പറഞ്ഞത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്ത് മുഴുവനും അറിയപ്പെടുന്ന മസലപരമായി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഏത് വിഷയങ്ങളും ബഹുമാനപ്പെട്ട ഉസ്താദ് അത് ഹല്ല് ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു. നീട്ടിക്കൊണ്ടുപോകല്ല. പിന്നെ ഉസ്താദിന്റെ ജീവിതം വളരെ ലളിത ജീവിതമായിരുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് രാവിലെ സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദൊക്കെ നിസ്കരിച്ച് സുബഹിന്റെ സുന്നത്ത് നിസ്കരിച്ചിട്ട് ഒരു വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞൊരു കിടത്തുണ്ട്. പല ആളുകൾക്കും ചിലപ്പോൾ അറിയണമെന്നില്ല. അതിൻ്റെ ഉദരണികളൊക്കെ ഇവിടെ ഉണ്ട്. വലതു ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞു കിടന്നുണ്ട്. കബറിൽ കിടക്കുന്ന മാതിരിയുള്ള കിടത്തും ചൊല്ലുകൊണ്ട് ദിക്റുകൾ ചൊല്ലിയിട്ട് പെട്ടെന്ന് എഴുന്നേറ്റിട്ടുള്ള ഒരു പരിപാടി. അത് എവിടെ പോയാലും, അത് കുടിയിരിക്കലിന് പോയാലും എവിടെ പോയാലും ഉസ്താദ് അത് ചെയ്യുന്നൊരു പതിവാണ്. അത് ഇൻഷാ അല്ലാഹ് അതൊക്കെ ഓരോരുത്തരും ഇപ്പം നമ്മൾ അതിൻ്റെ ഉസ്താദുമാർ ശിഷ്യന്മാരൊക്കെ ബഹുമാനപ്പെട്ട ഇളങ്കൂർ തങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കണം. നമുക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകമായി നമുക്ക് ആഖിറത്തിലേക്കുള്ള ചിന്ത വരികയും കൂടുതൽ അമലുകൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രേരണ ആ കിടത്തത്തിലൂടെ വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ പലപ്പോഴും പല ആളുകളൊക്കെ ചെയ്യുന്നൊരു കാര്യം, ചിലപ്പോൾ നമുക്കൊക്കെ ഒരു സംശയങ്ങൾ ഉണ്ടായിരുന്നു. ബാങ്ക് കൊടുക്കുമ്പോൾ അഷ്ഹദു മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ നമ്മൾ കൈമത്താക്കിയിട്ട് അതിൻ്റെ രേഖകളും അതിൻ്റെ ശരിക്കുള്ള അതിൻ്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ ഉസ്താദ് എഴുതി വെച്ചിട്ടുണ്ട്.
ഈ കിടക്കുന്നതിനുള്ള തെളിവും എല്ലാത്തിനും ഉസ്താദിന് തെളിവുണ്ട്. ഉസ്താദിൻ്റെ ഈ ജീവിതമൊക്കെ എങ്ങനെ ഇപ്പം നാളെ സീക്ക പറഞ്ഞു, ഉസ്താദിന് വളരെ അസുഖമായി പ്രയാസപ്പെടുന്ന സമയത്ത് ഒതു എടുത്തു കൊടുക്കുന്ന ചരിത്രം സീക്ക ആ പഴയ രൂപത്തിൽ എങ്ങനെയാണ് എത്ര പ്രയാസപ്പെട്ടതാണെങ്കിലും ആ ഉളുവിൻ്റെ പരിപൂർണമായ രൂപം ചെറുവിരലിൻ്റെ ആ വിരലിങ്ങനെ മറ്റേ കാലിൻ്റെ ഇടയിലൂടെ ഓരോ കാലിൻ്റെ വിരലിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ കൊണ്ടുപോകൽ സുന്നത്താണ് അല്ലേ സീക്കെ? അത് ചെയ്തു എന്നാളാണ്. അത് ഒരിക്കലും അത് എത്ര പ്രയാസപ്പെടുന്ന സമയത്തും ഒരു മസ്തല പോലും അവിടെ വിടുന്നില്ല എന്നുള്ളതാണ്. അത് എത്ര ചെറുതാണെങ്കിലും ശരി. അതുകൊണ്ട് തന്നെയാണ് അവസാനമായി ഞാൻ പറയാൻ പോകുന്നത്, ഉസ്താദ് ഒരു ദിവസം തന്നെ പറയുകയുണ്ടായി, ഞാൻ ഇനി പ്രായപൂർത്തിയായതിനു ശേഷം ഒരു നിസ്കാരം കളാകുകയോ ഒരു ഖറാഅത്ത് ചെയ്യുകയോ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് മരിക്കുന്നതിന് യാതൊരു പേടിയില്ല എന്ന് പറഞ്ഞു. നമുക്ക് ആർക്കും എങ്ങനെ പറയാൻ കഴിയുമോ അങ്ങനെയൊക്കെ? അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ഒരു ഉസ്താദിനെ സംബന്ധിച്ച് നമ്മൾ സ്മരണ പുതുക്കുമ്പോൾ ആ ഉസ്താദിൻ്റെ മാതൃക പിൻപറ്റി ജീവിക്കാൻ വേണ്ടി അത്രത്തോളം നമുക്ക് എല്ലാവർക്കും കഴിയില്ലെങ്കിലും, പരിപൂർണമായി നമുക്ക് കഴിയില്ലെങ്കിലും പരമാവധി നമ്മളതിൻ്റെ അമലുകളും നമുക്കൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഉസ്താദ് എന്ത് കാര്യം ചെയ്യണമെങ്കിലും നേരം പറ്റിപ്പോൾ നേരം സുബീസ്കരിച്ച് ഒരു ഭക്ഷണം കഴിക്കണമെങ്കിൽ ഉസ്താദ് ആദ്യം വെള്ളമൊന്നും കുടിക്കില്ല. കുലു വഷ്റബു എന്നുള്ള ആ ഒരു ഹദീസ് ആയത്തിൻ്റെ അതനുസരിച്ചിട്ട് എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചിട്ടേ വെള്ളം കുടിക്കുകയുള്ളൂ. അത് ചരിത്രം നമ്മളൊക്കെ പുസ്തകങ്ങളിലൊക്കെ പറയുന്നുണ്ട്. അപ്പം അവിടെ വരെ അതുപോലെ തന്നെ ദുഹാ നിസ്കാരം 4 റക്അത്ത് 8 റക്അത്താണെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് 4 റക്അത്ത് ദുഹാ നിസ്കരിച്ച് പിന്നെ അങ്ങോട്ട് കിതാബ് സബക്കിന് വേണ്ടി ഇരിക്കുകയാണ്. സബക്കിന് വേണ്ടി അങ്ങോട്ട് ഇരുന്നിട്ട് പിന്നെ സബക്ക് തന്നെയാണ് അത് എഴുതലും. ഉസ്താദ് രാത്രിയൊക്കെ വളരെ പ്രയാസകരമായി എഴുതി ഉസ്താദിൻ്റെ കിതാബ് കണ്ടവർക്ക് അറിയാം. ഇനി ആ കിതാബിൻ്റെ ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു സ്ഥലം ബാക്കി ഉണ്ടാവില്ല, അത്രക്ക് വളരെ എന്തെല്ലാം നോക്കാൻ ഉസ്താദിൻ്റെ കിതാബിൻ്റെ ഒരു തുടക്കമാണ് ഇപ്പം. ഒരു ഭാഗം എത്ര ഇതിഞ്ഞവിടെ ഇനി ചെറുതാക്കി എഴുതാനില്ല. 10 കിതാബാണിത്. 10 കിതാബ് ഏറ്റവും ചെറിയ കിതാബാണെങ്കിലും 10 കിതാബാണെങ്കിലും അതിൽ വളരെ ഒരുപാട് മസ്തലകൾ അതിൽ പറയാനും അത് ഏത് മസ്തല എവിടെ വെച്ച് ചോദിച്ചാലും അത് ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറയാനും ബഹുമാനപ്പെട്ട പൊന്മുള ഉസ്താദൊക്കെ വന്ന ചരിത്രം പറയാനുണ്ട്. തർക്കം വന്ന സമയത്ത് അത് ഓരോ ഇന്ന ബാബിൽ ഇന്ന സ്ഥലത്തുണ്ടാകുമെന്ന് അത് പറയാൻ കഴിവുള്ള ആളായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ്. അതുപോലെ തന്നെ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനൊരു തെളിവുകളും കാര്യങ്ങളൊക്കെ ഉള്ളതനുസരിച്ചേ ഉസ്താദ് ചെയ്യുള്ളൂ. ഇമാമത്ത് നിൽക്കുമ്പോഴും റുക്കോയിലും സുജൂദിലും ഇരുത്തത്തിലും ഏത് കാര്യങ്ങളും. പിന്നെ അതുപോലെ തന്നെ ഉസ്താദിൻ്റെ ദുആ. ഉസ്താദ് വലിയൊരു പ്രാസംഗികനൊന്നും അല്ലെങ്കിലും ഉസ്താദ് പ്രസംഗം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റബീഉൽ അവ്വലിൽ ഇവിടെ നമ്മളെ കോയക്കുട്ടേക്കൻ്റെ ആ തറണ്ട് അവിടെ ആ പീഡിയൻ്റെ അവിടെ നമുക്ക് 2-3 പ്രാവശ്യം ഉസ്താദ് നമ്മളെ റബീഉൽ അവ്വൽ പ്രസംഗിച്ചിട്ടുണ്ട്. 1993 ഉസ്താദിൻ്റെ വഫാത്തെങ്കിലും അതിന് 2-3 വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഉസ്താദ് പ്രസംഗിച്ചു. അപ്പോൾ പ്രസംഗിക്കുമ്പോൾ ഉസ്താദ് ഓരോ വിഷയങ്ങൾ പറയുമ്പോൾ അതിനൊക്കെ നല്ല തെളിവ് സംബന്ധമായുള്ള വിഷയങ്ങളായിരിക്കും പറയാം. അതുതന്നെ ഉസ്താദിൻ്റെ ദുആ, അല്ലാഹുമ്മ റഹം ഉമ്മത്ത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ തജാവസ് അൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ റസൂലുള്ള പഠിപ്പിച്ച അതേ ദുആകൾ നിസ്കാരത്തിലും ഇരുത്തത്തിലും ബാങ്കിലും ഇഖാമത്തിലും ഓരോ ദിവസം ബാങ്ക് കൊടുത്തിട്ട് അതേ സ്ഥലത്ത് തന്നെ ഇഖാമത്ത് കൊടുത്തപ്പോൾ പറഞ്ഞു ഉസ്താദ് ആ സ്ഥലത്ത് നിന്ന് ഒന്നും ഇങ്ങോട്ട് മാറി നിന്നിട്ട് എന്താക്കണം, ഇഖാമത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇമാമ് നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് നിന്ന് ഒന്നിട്ട് മാറിയിരിക്കണം. ചിലർ ഇണിച്ചു പോകണം എന്നാണ് പറഞ്ഞത്. അതറിയായിട്ട് അവരല്ല ഉസ്താദ് ഇണിച്ചു പോകണം എന്ന് പറഞ്ഞത് മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിക്ക്. അത് ഇണിച്ചു പോകണം എന്ന് പറഞ്ഞാൽ ആ ഇന്ന സ്ഥലത്ത് ലേശം നീങ്ങിയിരിക്കണം എന്നാണ് പറഞ്ഞിട്ട് അർത്ഥമല്ല, അത് ഇണിച്ചു പോകണമെന്നില്ല. ഇങ്ങോട്ട് തന്നെ പിന്നെ ഇമാമാകുമ്പോൾ ഇമാമ് ദുആ കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കരുത് എന്നാണ്, ആ ഈ സ്ഥലത്ത് ഇരിക്കരുത്. കാരണം ഇമാമ് എഴുന്നേറ്റ് പോകുന്നതിൻ്റെ മുമ്പ് മൗമൂമിങ്ങൾ എഴുന്നേറ്റ് പോകൽ ഖറാഅത്താണ്. അപ്പോൾ ഇമാം അവിടെ നിന്ന് എഴുന്നേൽക്കാതാകുമ്പോൾ മൗമൂമിങ്ങൾ അവിടെ കാത്തിങ്ങനെ ഇരിക്കും. അപ്പോൾ പോട്ടെന്ന് പോകാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് ആ ഒരു കാരണക്കാരൻ ഇമാം ആവരുത് എന്ന് കരുതിക്കൊണ്ട് ഉസ്താദ് ഇമാമ് പെട്ടെന്ന് അവിടെ നിന്ന് എണീക്കണം എന്നാണ്. ആ സ്ഥലത്ത് നിന്ന് എണിച്ചിട്ട് അപ്പുറത്ത് ചില ആളുടെ അപ്പുറത്തേക്ക് മാറി നിൽക്കാന്നുള്ള. അപ്പൊ ഏത് വിഷയത്തിലും എല്ലാത്തിനും ഏത് വിഷയങ്ങൾ പറയുകയാണെങ്കിലും അതിന് മത്സരപരമായി മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഉസ്താദിന് ശരിക്ക് അതിനുള്ള ഇതുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉസ്താദാണെങ്കിലും ഉസ്താദ് ഒരു നാടൻ ആളെ പോലെ കണ്ടാൽ ഇതിൻ്റെ താടിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഉസ്താദിന് ചില പ്രശ്നങ്ങളൊക്കെ കാരണമായിട്ടാണ് താടി നീട്ടാനും കഴിയാത്തതൊക്കെ വളരെ ചൊറിയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എല്ലാ ആഴ്ചകളിലും താടിയൊക്കെ നേരാക്കിയിട്ട് അവർ ചെറിയ താടിയായിരുന്നു, വലിയൊരു താടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഉസ്താദിൻ്റെ അസുഖം കാരണമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ കൃഷി സംബന്ധമായ വിഷയങ്ങളിൽ ഉസ്താദ് നമ്മളെ വീട്ടിലൊക്കെ ഓരോ സമയത്ത് ഉസ്താദിൻ്റെ അടുത്ത് ആരോ മസാല ചോദിക്കാൻ വേണ്ടി വന്നപ്പോൾ ഉസ്താദ്
തെങ്ങ് നടക്കുന്ന സമയത്ത് ഉസ്താദിനോട് ചോദിച്ചാൽ സയ്യിദ് ഉസ്താദിൻ്റെ വീട് ഏതാണ്? സയ്യിദ് ഉസ്താദിൻ്റെ വീട് തന്നെയാണ്, മൂപ്പരിപ്പ വരും നിങ്ങളവിടെ കയറിയിരിക്കുന്നത്. അങ്ങനെ ഉസ്താദ് അവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് തുണി കുപ്പായൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ അവരാണ് അത്ഭുതപ്പെട്ടത്, ഇത് തന്നെയാണോ സയ്യിദ് ഉസ്താദ് എന്നുള്ള. അതുപോലെ ഉസ്താദിൻ്റെ സ്വഭാവം ഉണ്ടായിരുന്നു, ആരെ കണ്ടാലും വൈക്കുന്ന പെട്ടെന്ന് ഉസ്താദ് അങ്ങോട്ട് സലാം ചൊല്ലും. ഉസ്താദ് നമ്മളങ്ങോട്ട് സലാം ചൊല്ലാൻ വിചാരിക്കുമ്പോൾ ഉസ്താദ് അങ്ങോട്ട് സലാം ചൊല്ലും. അതൊരു സലാം തുടങ്ങുന്നവർക്ക് ഒരു പാടുകൂലുണ്ട്. അതുപോലെ ഉസ്താദിൻ്റെ ഒരു നടത്തുണ്ട്, ആ നടത്തം മദ്രസയിലൊക്കെ നിൽക്കുമ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് ഉസ്താദിൻ്റെ മകളെ പഠിപ്പിക്കാനുള്ളൊരു ഭാഗ്യം കൂടി ഉണ്ടായിട്ടുണ്ട് നമുക്ക്. അങ്ങനെ ഉസ്താദ് ഏത് കാര്യങ്ങൾ ഉസ്താദിൻ്റെ അടുത്തുകൊണ്ട് പോകുമ്പോൾ നമുക്ക് അതിനൊരു മസലകൾ പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ ദഫ് തുടങ്ങിയ സമയത്ത് ഞങ്ങളെ കൂടി പോയിട്ട് ഉസ്താദിനോട് പറഞ്ഞു ദഫ് തുടങ്ങണം. അതിന് ഉസ്താദിന് മസലുണ്ട്. അപ്പോൾ ദഫ് തുടങ്ങേണ്ടത് എങ്ങനെയാണ്, ദഫിൻ്റെ അസലെന്താണ്, അതിൻ്റെ അടിത്തറ എന്താണ്? താലാൽ ബദ്റു എന്നുള്ള ആ ബെയ്ത്ത് ചൊല്ലിയിട്ടാണ് ദഫ് തുടങ്ങേണ്ടത്. ആ ബെയ്ത്ത് ചൊല്ലിയിട്ടേ തുടങ്ങാൻ പാടുള്ളൂ. അൽഹംദുലില്ലാഹ് ഇന്ന് വരെ നമുക്ക് ആ ഇജാസത്ത് കിട്ടിയതിന് ശേഷം നമ്മൾ ഉസ്താദിൻ്റെ മക്ബറയുടെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ തലാൽ ബദ്റു ചൊല്ലിയിട്ടാണ് തുടങ്ങൽ. ഇതിനൊക്കെ ഏത് കാര്യത്തിനും ഉസ്താദിന് എന്താക്കാണ് തെളിവുണ്ടാണ്. ഞാൻ നീട്ടിക്കൊണ്ട് വന്നാൽ ഒരുപാട് ആളുകൾ ഇടപെട്ട് സംസാരിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓരോ വാചകങ്ങളിൽ ഇന്ന നിറയിലാണ് ഇന്ന രൂപത്തിലാണ് അത് പറയേണ്ടത് എന്നുള്ള കൃത്യമായതാണ്. എന്തെങ്കിലും ഒരു പാട്ട് പറഞ്ഞാൽ അത് പറയും. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു വിഷയം എത്ര വലിയ ആളാണെങ്കിലും അത് ചെയ്തത് അങ്ങനെയല്ല എന്ന് പറഞ്ഞു കൊടുക്കാനുള്ളൊരു കഴിവുണ്ടായിരുന്നു. പണ്ഡിതനാകുമ്പോൾ അങ്ങനെയുള്ള പണ്ഡിതന് ഒരു വിഷയം കണ്ടിട്ട് അതിനനുസരിച്ച് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അള്ളാഹിൻ്റെ ശാപം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഒരു മസലപരമായി എന്ത് വിഷയങ്ങൾ വരികയാണെങ്കിലും ആ വിഷയത്തിന് അത് ഇന്ന രൂപത്തിലാണ് എന്ന് പറയാൻ അത് ആർക്കും മറ്റുള്ള വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ അന്നമ്പ്ര സയ്യിദ് മുസ്ലിയാരടുത്തൊന്ന് പോയിക്കോളി, മൂപ്പരടുത്തൊന്ന് പോയിട്ട് മൂപ്പര് പറഞ്ഞ മാതിരി ചെയ്തോളി എന്നുള്ളതായിരിക്കും എല്ലാവരും പല ആളുകളൊക്കെ പറഞ്ഞിരുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ നമുക്ക് വേണ്ടി ഒരുപാട് കാലം ജീവിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി അവരുടെ സ്മരണകളൊക്കെ പുതുക്കി നമുക്ക് അവർ ജീവിക്കാൻ വേണ്ടി കഴിയാം. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞു നിർത്തണം. ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ പരമ്പര അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് 43ാമത്തെ പരമ്പര. നേരത്തെ പറഞ്ഞ മറ്റൊരു കിതാബാണ് ഫത്വൽ മൊയ്ൻ. ഈ ഫത്വൽ മൊയ്നിൻ്റെ ഭാഗത്ത് ഇനി എവിടെയെങ്കിലും ഒരു വാക്കില്ല എഴുതാൻ വേണ്ടിയിട്ട് എല്ലാ കുറിപ്പത്തും ഉസ്താദിൻ്റെ ആ കലമും ഉസ്താദിൻ്റെ ആ പേന എടുത്തിട്ട് എഴുതാത്തൊരു സ്ഥലമില്ല. ഉസ്താദിൻ്റെ പരമ്പര അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് 2 ഉസ്താദുമാരുടെ പരമ്പര നേരെ പോവുകയാണെങ്കിൽ 43ാമത്തെ ഉസ്താദായിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ പരമ്പര റസൂലുള്ളാഹിയിലേക്ക് മുട്ടുന്നു എന്നുള്ളത് നമുക്ക് ഉള്ള ഒരു മാത്രം ഓർമ്മപ്പെടുത്തി. നേരത്തെ ഉസ്താദ് പറഞ്ഞ ആ ഒരു വിഷമം, ഒരു ഉസ്താദ് പറഞ്ഞൊരു കാര്യം നമ്മളൊക്കെ മനസ്സിലുണ്ടാവണം. ഒരു സുന്നത്തും ഒഴിക്കാതെ ഒരു കറാഹത്തും ചെയ്യാതെ എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ഉറപ്പ് പറഞ്ഞിട്ട് മരണം വരെ ഉസ്താദ് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന സമയത്ത് കഫംപുടയും ഒക്കെ ആയിട്ടാണ് വന്നത്. ഉസ്താദിൻ്റെ ആ ഒരു മരണം വളരെ ഉസ്താദ് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കുന്നു. നമുക്ക് മൗത്തുൽ ആലം ഒരു ആലിമിൻ്റെ മരണം ഒരു ലോകത്തിൻ്റെ മരണമാണ്. അതുപോലെ ഒരുപാട് ഉസ്താദുമാർ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ അവരുടെ മദദ് നമുക്കുണ്ടാവുമാറാവട്ടെ. നമ്മൾ അവരുടെ ഒരു ഹർഫിന് വിലയില്ലാത്ത ആളുകളാണെങ്കിലും അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ അവരെ കൂട്ടത്തിൽ നമുക്ക് കഴിച്ചിലാകാം. വലിയ വലിയ നോട്ടിൻ്റെ കെട്ടിൻ്റെ ഉള്ളിൽ പൊട്ടിയ നോട്ടും കീറിയ നോട്ടും ചീഞ്ഞ നോട്ടൊക്കെ ഉണ്ടാകുമ്പോൾ പല നോട്ടുകൾക്കിടയിലായിട്ട് അങ്ങനെ നമ്മൾ അങ്ങോട്ട് വെച്ചാൽ അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നത് പോലെ അവരുടെ കൂടെ നിന്നിട്ട് നമുക്ക് രക്ഷപ്പെടാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ആമുഖം കയറിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും പൊറുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഇടപെടലുകളിലേക്ക് മറ്റുള്ള ഓരോരുത്തരും ഒരുപാട് ആളുകൾക്ക് പറയാനുണ്ടാകും. ആദ്യമായിട്ട് ഇൻഷാ അല്ലാഹ് നമ്മളെ മുഹമ്മദ് ഹസൻ കാക്ക ഇടപെടും. ഇൻഷാ അല്ലാഹ് അതിനുവേണ്ടി ക്ഷണിച്ച് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, ഈ മഹല്ലത്തിലെ കാരണവന്മാരെ, സഹപ്രവർത്തക സുഹൃത്തുക്കൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു സുദീർഘമായ പ്രസംഗത്തിന് എന്തായാലും ഞാൻ മുതിരുന്നില്ല. നമുക്കറിയാം, ഇവിടെ എൻ്റെ പുറകിൽ ഒരുപാട് ആളുകൾ പ്രസംഗിക്കാനും ഉസ്താദിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാനും ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും തന്നെ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ പ്രദേശത്ത് ഒരു താങ്ങും തണലുമായിരുന്നു ഉസ്താദ് അവർ. ഉസ്താദിൻ്റെ 33ാം ആണ്ട് നേർച്ചയാണ് ഇന്നലെയും ഇന്നും നാളെയുമായി നടക്കുന്നത്. ഞാൻ പറഞ്ഞു, താങ്ങും തണലുമായിരുന്നു ഞങ്ങൾ ആ പ്രദേശം എന്ന് പറയുമ്പോൾ അതിനൊരുപാട് കാരണങ്ങളുണ്ട്.
എന്തെങ്കിലും ചെറിയ അസുഖങ്ങളൊക്കെ വന്നാൽ അവിടെ അന്ന് തൂക്കാപ്പാത്രമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അന്ന് ഇന്നത്തെ മാതിരി ആ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയൊന്നുമില്ല. ആ തൂക്കാപാത്രത്തിൽ കുറേ വെള്ളമൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോകും. ഉസ്താദ് അവറുകൾ ജോലി കഴിഞ്ഞ് വന്നാൽ വരുന്നുണ്ടോ നോക്കാൻ കുട്ടികളൊക്കെ ഏൽപ്പിക്കും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ തൂക്കാപാത്രമായിട്ടൊക്കെ പോകും. അത് നമ്മളെ ചെറുപ്പത്തിലുണ്ടായിരുന്ന നമുക്കൊക്കെ നല്ല അനുഭവമുള്ള ഒരു സംഭവമാണത്. അങ്ങനെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഉസ്താദിൻ്റെ ജീവിതം. അതുപോലെ അദ്ദേഹത്തിൻ്റെ വഫാത്ത് ആ ദിവസം, ആ മരണപ്പെട്ട ദിവസം നമ്മുടെ തട്ടത്തലം പള്ളി ഉദ്ഘാടനത്തിൻ്റെ അന്നായിരുന്നു. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടന വേളയിൽ, ആ ഉദ്ഘാടന സമയത്ത് അന്ന് നമ്മളെ കുണ്ടൂരെ അയമോക്ക ഉണ്ടായിരുന്നു ആ വേദിയിൽ. അപ്പോൾ അയമോക്കാട് കുണ്ടൂരിൽ നിന്നൊരു കുട്ടി വന്നുകൊണ്ട് പറഞ്ഞു, നമ്മളെ സെയ്താലി ഉസ്താദ് മരിച്ചിരിക്കുന്നത്. ഇവിടെ അന്ന് ഫോണും ഒന്നുമില്ല. അങ്ങനെ അപ്പോൾ ഇത് കേട്ട് ആര് തങ്ങള്, അപ്പോൾ തങ്ങൾ പറയാണ് നന്നമ്പ്ര സെയ്താലി ഉസ്താദാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, അറിയപ്പെടുന്ന ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹം. അറിയപ്പെടുന്ന ഒരു പണ്ഡിതനായിരുന്നു മർഹൂം സെയ്താലി ഉസ്താദ്. അദ്ദേഹത്തിൻ്റെ വിയോഗം എല്ലാവർക്കും നഷ്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. നമുക്കറിയാം, ജനിച്ചാൽ മരിക്കണം, എന്നാലും അദ്ദേഹത്തെ ഉസ്താദിനെ പോലെ മരിക്കാനും നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ, നമ്മുടെ മുഹമ്മദ് ഹസൻ കാക്ക വളരെ അനുഭവത്തിലുള്ളത് തന്നെ പറഞ്ഞു. അതിൻ്റെ ഒരു തുടർച്ച ഒന്നും കൂടി ഓർമ്മപ്പെടുത്തി എന്നുള്ളത്. വളരെ പ്രയാസം വരുമ്പോൾ ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് മന്ത്രിക്കാൻ പോകുമ്പോൾ അതിന് ശിഫുണ്ടായിരുന്നു. ഒരു ദിവസം അവിടെ പള്ളി ചെലവിന് പോണ വീട്ടിലെ കാളപൂട്ടിൻ്റെ കമ്പുള്ള ഒരു വലിയ ആളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കുറേ ദിവസമായിട്ട് ഈ കാളൻ്റെ എരുത് പറഞ്ഞാൽ കാളല്ലാത്ത സാധനത്തിനാണ് എരുത് പറയല്ലേ, അങ്ങനെ വിശന്മാർ കാളി എരുതെന്ന് പറഞ്ഞാൽ ഒന്നും ഉടക്കാത്തത് ഒന്നും ഉടച്ചതല്ലേ ഇങ്ങനെജി. അതാ. അപ്പം ആ എരുതിന് മൂത്രം ഒഴിച്ചിട്ട് ഒരുപാട് ദിവസമായി എന്ന് പറഞ്ഞു. അവസാനം ഉസ്താദിനോട് പറഞ്ഞു, എന്തോ പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞാൽ ഞാനാണ്ട് വരാമെന്ന്. അങ്ങനെ വന്നിട്ട് ഉസ്താദിനെ വന്ന് ഇങ്ങനെ ആ കാളൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ കൈ ഇങ്ങനെ വെക്കലോട് കൂടെ മൂത്രമൊഴിച്ചു. അത് ആ ഉസ്താദ് അവിടുന്ന് ആ നാട്ടിൽ തിരിച്ചു വരുന്നത് വരെ ആ വീട്ടിൻ്റെ മുതലാളിൻ്റെ വീട്ടിൽ നിന്നായിരുന്നു പിന്നീടുള്ള എല്ലാ ചിലവും എന്നുള്ളതാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് നമ്മൾ സെനാറും മുസ്ലിയാരാണ് ഞാൻ പറയാനുള്ള ചായ പിടിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അപ്പോഴത്തേനും പറയും. പിന്നെ ഉസ്താദിൻ്റെ വഫാത്തിനെ സംബന്ധിച്ച് പറയാം, അന്നത്തെ എല്ലാ പ്രമുഖന്മാരായ ആളുകളും അന്ന് വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി ഇടപെടുമ്പോൾ ഇൻഷാ അല്ലാഹ് സെനാർ മുസ്ലിയാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ജീവിതകാലത്തുണ്ടായ അനുഭവങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ഈ മഹത്തായ പള്ളിയിൽ മുക്രിയായി ജോലി ചെയ്യുന്ന അവസരത്തിൽ എനിക്ക് അനുഭവപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. ഒരിക്കൽ ഒരു മെഹ്റാജിൻ്റെ രാവിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് പ്രസംഗിക്കുന്ന ഇടയിൽ ഉസ്താദ് കമ്മിറ്റിക്കാരോടും മറ്റുള്ളവരോടും പറയുന്ന ഒരു വാക്ക്, ഈ പാവപ്പെട്ട എനിക്ക് ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം എത്രയോ വലിയ ആൾ, ആ ഉസ്താദ് പറയുന്നു നമ്മുടെ മുക്രിയാണ് ഇരിക്കുന്നത്, നമ്മളെല്ലാവരെക്കാളും വലിയ ആൾ, ഒന്നുമല്ലാത്ത എന്നെ സംബന്ധിച്ച് മഹാനായ ഉസ്താദ് പറഞ്ഞത്. അപ്പം അതിൻ്റെ ശേഷം ഉസ്താദ് പറയും നിങ്ങൾ വലിയ ആൾ തന്നെയാണ്, നാളെ മഹ്ശറിൽ നിങ്ങളെ തല ഉയർത്തപ്പെട്ടതായിട്ട് നിങ്ങളെ കാണും, ബാക്കിയുള്ളവരൊക്കെ നിങ്ങളെ ഏറിയത് തന്നെയാണ്. അത്രയും ആയത്തിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു മഹാനായ ഉസ്താദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിടം വെളിച്ചമാക്കി കൊടുക്കട്ടെ. രണ്ടാമത്, ഒരു മാസപ്പിറവിയെ സംബന്ധിച്ച് ഉസ്താദ് പറഞ്ഞ വാക്ക് മാത്രം നിങ്ങളെ അറിയിക്കുകയാണ്. ഞങ്ങൾ മാസം ഉറപ്പിക്കാൻ വേണ്ടി ഞാനും നമ്മളെ വാവാക്കിയും കൂടി ഷെയ്ഖുന ഉസ്താദിൻ്റെ അടുക്കൽ പോയി. ചിലയിടത്തെല്ലാം മാസം കണ്ടിട്ട് ഉസ്താദെ അങ്ങനെ പറഞ്ഞപ്പോൾ എന്നെയും ആ വാവാക്കാനും വേറെ ആളും കൂടി കൊണ്ട് ഞങ്ങളെ കൂട്ടായിലേക്ക് പറഞ്ഞേക്കാം.
കൂട്ടായി പോയി എല്ലാ വിഷയങ്ങളും പറഞ്ഞു. അങ്ങനെ ആ ഖാദിയോട് ചോദിച്ചു, എത്ര ആൾ സാക്ഷിയുണ്ട്, മറ്റേതെല്ലാം എഴുതി തന്നിരുന്നു. ആ അടിസ്ഥാനത്തിൽ ഉസ്താദ് ഖാദി അവർകൾ എഴുത്തു തരികയും അതിൻ്റെ ശേഷം ഇവിടെ വന്ന് ഉസ്താദിനോട് പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവം. അപ്പോൾ ഉസ്താദ് പറഞ്ഞു ഞങ്ങളോട്, അപ്പം വന്നവരും ഞങ്ങളും പറഞ്ഞു ഇവിടെ അടുത്തൊന്നും പെരുന്നാളായിട്ടില്ല എന്ന വിഷയം പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു, അവിടെ പെരുന്നാളാണോ ഇവിടെ പെരുന്നാളാണോ എന്ന് കിതാബ് രേഖയില്ല. മാസം കണ്ട് എന്ന് ഉറപ്പിക്കുകയും 4 ആളുകൾ അതിന് സാക്ഷി നിൽക്കുകയും ചെയ്താൽ നമുക്ക് മാസം ഉറപ്പിക്കാൻ കിതാബ് തെളിവാണ്. അതുകൊണ്ട് എൻ്റെ കുട്ടി പോയി പറഞ്ഞാളി നാളെ പെരുന്നാളാണെന്ന്. അത്രയും അകങ്കാഴ്ചയുള്ള ഇൽമിന് ശക്തിയുള്ള മറ്റൊരാളെ നമുക്ക് കാണാൻ പറ്റൂല. ഇൽമിൻ്റെ വിഷയത്തിൽ ധൈര്യമുള്ള മഹാനായ ഉസ്താദ് അല്ലാഹു ഞങ്ങൾ ഓർക്കുന്നു. നമ്മുടെ നാട്ടിൻ്റെ ഒരു പ്രകാശം. കാര്യമായി ഒന്നും പറയുന്നില്ല. ഒരിക്കൽ ഉസ്താദ് അസർ നിസ്കരിച്ചതിന് ശേഷം നമ്മൾ പെരിഞ്ചേരി മാമുട്ടിയിലേറാണ് അന്ന് ദർസിലുള്ളത്. അങ്ങനെ പെരിഞ്ചേരി മാമുട്ടിയോട് പറയാണ്, നിങ്ങൾ കുട്ടിയോട് പറയണോ പിന്നെ മഗ്‌രിബിനും ഇശാനും ഒന്ന് പങ്കെടുക്കാൻ എൻ്റെ ഒപ്പം പോകുന്നുണ്ട്, ഞങ്ങൾക്കൊരാവശ്യമുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ നടക്കുകയാണ്. ഇങ്ങനെ നടന്ന് പാണ്ഡിത്യത്തിൽ കുറേ ആണ്ട് നടന്നതിൻ്റെ മൂച്ചിക്കലും കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ മുഹമ്മദ് ഹസൻ പറഞ്ഞതുപോലെ കറുത്തായ്മൊക്കെ വണ്ടിയേറ്റ് വന്നു. കറുത്തായ്മൊക്കെ വണ്ടിയേറ്റ് വന്നപ്പോൾ വണ്ടി അവിടെ നിർത്തിയിട്ട് ഉസ്താദിനോട് പറഞ്ഞു നമ്മൾ ഇതിൽ പോകാൻ. അപ്പോൾ ഉസ്താദിനോട് പറഞ്ഞു ഇതിൻ്റെ അസർക്കുള്ളൊരു അമലാണ്, അപ്പോൾ ഇതിങ്ങനെ നടക്കന്നെ വേണം എനിക്ക്. അതുകൊണ്ട് അപ്പോൾ മൂപ്പര് വണ്ടി സൈഡാക്കി ഉസ്താദിൻ്റെ വണ്ടിയിൽ കയറുകയും അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി താനൂരെത്തി. താനൂർ 4 കൂടി ഇടയിൽ ഒരു പീടിയുണ്ട്, പച്ചക്കറി കട, എല്ലാവർക്കും ഒരു ഉസ്താദിൻ്റെ കട. ആ കടയിൽ ചേർന്നപ്പോൾ അസർ വെള്ളിയാഴ്ചയോടെ ചായ സെറ്റപ്പായിരിക്കാം, മേശയിട്ട് ചായയും തയ്യാറ്, പലഹാരങ്ങളും തയ്യാറാണ്. അങ്ങനെ ഞാനും ഉസ്താദും പോത്തിന് പേരെ മൂല്യന്മാരോടെ ഉണ്ട് വീടിൽ. കർത്തായ്മൊക്കെ കൂടി ചായ കുടിച്ചതിന് ശേഷം ഉസ്താദ് പറഞ്ഞു, ഇനി അല്പം നീ പോവാണ്ട് പള്ളിയിൽ പോകണം, നിങ്ങൾക്ക് വരാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു, ഞങ്ങൾ പോയിക്കോടി. അവർ മോട്ടോറോ ചുരുത്തി ഇവിടെ വന്നു തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഉസ്താദിനോട് ആർക്കും ഒരു വെറുപ്പോ ആർക്കൊരു വ്യത്യാസമില്ലാതെ നല്ല നിലയിലായിരുന്നു ഉസ്താദിൻ്റെ ജീവിതം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മളെല്ലാവരെയും നല്ല ആൾക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ, സ്വർഗത്തിൻ്റെ അവകാശികളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടെ. അവ പോയിട്ടുള്ള ആ വ്യക്തിത്വം ഇനി നമ്മൾക്കൊരിക്കലും കിട്ടുകയില്ല. ഇപ്പോൾ വളർന്നു വരുന്ന പണ്ഡിതന്മാരൊക്കെ വലിയവരാണ്, ഏറ്റവും വലിയവരാണ്. എന്നാലും ഇവിടുത്തേതായിരിക്കുന്ന കിതാബിനുള്ള ആവേശവും കിതാബിനുള്ള ആഗ്രഹങ്ങളും മറ്റൊരാളിൽ നമ്മൾ കാണും. ഇന്നെല്ലാം അവർ അധ്വാനിച്ച അധ്വാനം അവർക്കത് ഉപകരിക്കും, നമ്മൾക്കും അത് ഉപകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളെ ഇവിടുത്തെ മുഖരൊക്കെ ആയത് ഉസ്താദിൻ്റെ ആ ഒരു ബഹുമാനം കണ്ടില്ല നിങ്ങൾ. അതുപോലെ ഉസ്താദിന് വലിയൊരു പരിഗണന, ആരെ കണ്ടാലും ഒരു പരിഗണന. ഉസ്താദിനെക്കാട്ടി വലിയ നല്ല ചെറിയ ആളാണ്. ഇപ്പോൾ കോയ മുസ്ലിയാരെ എന്ന് വിളിച്ചോളൂ. ഞാനൊരു മുസ്ലിയരൊന്നും ആയിട്ടില്ല, അങ്ങനെ മുസ്ലിയർ അത് നേരെ വെച്ച് ഉസ്താദ് എന്താ പറയല്ലേ, ഈ സെയ്താലി മൂലിയർ അല്ലെങ്കിൽ സെയ്താലി ഉസ്താദ് എന്നോ ഉസ്താദ് പറഞ്ഞായിട്ട് നമ്മളാരും കേട്ടിട്ടില്ല. ഈ സെയ്താലി പാവം സെയ്താലി എന്ന് പറഞ്ഞു, അതൊരു പൊരുമാണ്. അതുപോലെ തന്നെ സദസ്സിലിരുന്നാൽ സെയ്താലി ഉസ്താദ് ഉണ്ടാവണം, ആ സദസ്സിൽ ആരും ദ്വാർക്കൂല, ഉറപ്പാണ്. എന്നാലും ഉസ്താദ് പറയും നിങ്ങളത് ദ്വാരക്കി. ഇപ്പോൾ ചിലർ പറയും നിങ്ങളും ദ്വാരക്കും ഞാൻ ദ്വാരക്കും തന്നെ. ചില നാടന്മാർ പറഞ്ഞേക്കാം, അതൊരു തളീമാണ്, ആരും അതിനെ എതിർക്കരുത്, അതിനെ ആക്ഷേപിക്കരുത്. നിങ്ങളാരും ദ്വാരക്കണമെങ്കിൽ ഞങ്ങളാണ് ദ്വാരക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പാടില്ല. അത് ഉസ്താദന്മാരോടുള്ളൊരു മോശമാണ്. അപ്പോൾ അതെന്താണ്, അത് ഞാനും വലിയ ആളായിരുന്നു, ഞാൻ തന്നെ ദ്വാരക്കും കിട്ടി മൈക്കാം, ഞാൻ ദ്വാരക്കാന്നുള്ള അതെന്തല്ല ഒരു ഇതല്ല. അപ്പോൾ ഉസ്താദ് മറ്റുള്ളവരെ പരിഗണിക്കുന്നു എന്നുള്ള അത് ഉസ്താദ് ഒരു മാതൃക നമുക്ക് പഠിപ്പിച്ചു തരണം. അങ്ങനെ ഉസ്താദിനോട് ദ്വാരക്കും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഖാദിൻ്റെ വിഷയത്തിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്താണോ മസ്അല പറഞ്ഞ മാതിരിയാണ് ചെയ്യും. അതുപോലെ തന്നെ യാത്ര പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തി പറയാണ്. യാത്ര നമ്മളിപ്പോൾ ഇവിടെ ഞാനൊക്കെ പാണ്ഡിത്യത്ത് പോകണമെങ്കിൽ കുറേ നമ്മൾ കാത്തു നിൽക്കണ പരിപാടി ഉസ്താദിനില്ല. അങ്ങോട്ട് നടക്കും, അങ്ങോട്ട് വിചാരിച്ചു കൊടുത്ത് അങ്ങനെ നടക്കലാണ്. നടന്നിട്ട് എന്താ പറഞ്ഞാൽ ആ സമയം നമ്മൾ വെറുതെ നിൽക്കല്ലേ. അതിൻ്റെ ഇടയ്ക്ക് നേരത്തെ പറഞ്ഞ വണ്ടി ഇഷ്ടപ്പെടുന്ന ആളുകൾ വണ്ടി കയറുക എന്നല്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ നമ്മളെ കുഞ്ഞാപ്പോജി ഇൻഷാ അല്ലാഹ് ഇടപെടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, നാട്ടിലെ കാരണന്മാരെ, മുത്തഅല്ലിം സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. സയ്യിദ് ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഒരു
ഒരുപാട് മൂപ്പരായിട്ട് ഇടവഴിക്ക് പരിചയം എനിക്കുണ്ട്. പക്ഷേ എനിക്ക് പ്രസംഗം വെക്കാൻ കൂടുതൽ അറിയില്ല എന്നുള്ള എല്ലാവർക്കും അറിയാം. മൂപ്പര് ഉസ്താദ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഉസ്താദന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ലളിതമായ ജീവൻ നയിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഒരു വലിയ മൂല്യരാണെന്നുള്ള ആ ഒരു ഭാവമോ കണ്ടാൽ തന്നെ ഒരു മൂല്യരാണെന്ന് തോന്നില്ല അവരെ കണ്ടാൽ. മൂപ്പര് സാധാരണ പോലെ എന്തൊക്കെ ഉസ്താദന്മാരെ വലിയ തന്തൂറ് ഡ്രസ്സോ അല്ലെങ്കിൽ വലിയ നീണ്ട കാലിയോ വലിയ താടിയോ ഒന്നും മൂപ്പർക്ക് ഉണ്ടായിരുന്നില്ല. മൂപ്പര് സാധാരണ മനുഷ്യൻ്റെ വലിയ സാധാരണ കുപ്പായോ ഇന്നത്തെ വെട്ടിത്തിളങ്ങുന്ന ഡ്രസ്സൊന്നും മൂപ്പർക്കില്ല അക്കാലത്ത്. ഒരു നീലമുക്കാത്ത ഡ്രസ്സാണ് സാധാരണ മൂപ്പര് ഉപയോഗിച്ചിരുന്നത് നമ്മൾ കാണുന്ന കാലത്തൊക്കെ. പിന്നെ മൂപ്പര് ഒരു ഉസ്താദ് മാത്രമല്ല, ഒരു കർഷകനും കൂടിയാണ്. മൂപ്പര് പാടത്തിൻ്റെ അടുത്ത്, അതായത് ഇപ്പോൾ മൂപ്പര് മകളൊക്കെ താമസിക്കുന്ന കല്ലത്താണിക്ക് ഞങ്ങൾക്കും എൻ്റെ ഉപ്പാക്കും പാടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഈ ഞാറ് പറിച്ച് നടന്ന കാലത്തൊക്കെ അന്ന് തന്നെ കൃഷി എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടായ്മയാണ്. വലിയവരും ചെറിയവരും കുട്ടികളും മക്കളും എല്ലാം കൂടിയാണ് കൃഷി ചെയ്യാൻ പോയത്. കുട്ടികൾ ഇപ്പോൾ കച്ചവടങ്ങളൊക്കെ ഒരു ഇതെടുക്കാൻ പറ്റിയാൽ ഒരു കുട്ടി ഒരു കച്ചെടുക്കും, രണ്ടെണ്ണം എടുക്കാൻ പറ്റിയാൽ രണ്ടെണ്ണം കിട്ടും, കന്ന് അത് മൂന്നെണ്ണം കിട്ടിയാൽ മൂന്നെണ്ണം കിട്ടും. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. ഞാറ് പറിക്കുകയാണെങ്കിലും അതിന് വിത്ത് വിതക്കുകയാണെങ്കിലും വിത്തിച്ച് കാക്കനും കോയിനൊക്കെ നോക്കാനൊക്കെ ചെറിയ കുട്ടികൾ പാട്ടും പാടിയാണ് ചേട്ട കൊട്ടിയിട്ടൊക്കെ കാലഘട്ടങ്ങളാണ് വരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അക്കാലത്ത് ഉസ്താദും കൃഷി നടത്തും. തൊട്ടടുത്ത് എൻ്റെ ഉപ്പാക്കും പാടങ്ങളുണ്ടായിരുന്നു അവിടെ. ഇപ്പോൾ മൂത്ത മോനൊക്കെ താമസിക്കണം അവിടെയാണ് കലത്തണിക്ക്. അങ്ങനെ മൂപ്പര് കൃഷി നടക്കണ കൊടുത്തതിനെ കൃഷി പണിയാണെന്ന് വെച്ചിട്ട് നിസ്കാരം ഒഴിവാക്കുന്ന പരിപാടിയൊന്നും മൂപ്പർക്കില്ല. ലോറിൻ്റെ ടൈമായാലും മൂപ്പരപ്പോൾ ആ വരുമ്പത്തേന് മൂപ്പർക്ക് ആകെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരു തോർത്തുകൊണ്ട് വേറെ തോർത്തുകൊണ്ട് തലയിലുണ്ടാവും. ആ ഒരു തോർത്തുകൊണ്ട് വരുമ്പത്തെ വളെ വിരിച്ചിട്ട് നിസ്കരിക്കുന്നത് ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ ആണെങ്കിൽ അന്ന് പണിയാണെന്നറിയാൽ നിസ്കാരം ഒഴിവാക്കൂലേ. മൂപ്പര നിസ്കാരം ഒഴിവാക്കുന്ന പരിപാടി മൂപ്പർക്കില്ല. പിന്നെ ഈ പണിക്കാരെ ഒപ്പം നിന്നിട്ട് മൂപ്പരം പണിയെടുക്കും. വെറുതെ ഇരിക്കുന്ന പരിപാടി മൂപ്പർക്കില്ല. എന്തെങ്കിലും പണി ചൊറിഞ്ഞ പണിയെടുത്തുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അപ്പോൾ ഈ തെങ്ങ് തുറക്കുമ്പോൾ ആൾക്കാർ വന്നെന്ന് പറഞ്ഞാൽ മനസ്സിലായി പറഞ്ഞില്ല. അത് അടുത്തുള്ള ആൾക്കാരൊന്നുമില്ല. കണ്ണൂർ കാസർഗോഡുള്ള ഭാഗത്തുള്ള ആൾക്കാരാണ്. അവിടെ ഇന്ന നാട്ടിൽ ഭയങ്കര ഒരു കുഴപ്പം, ഒരു മസാല ആർക്കും പറയാം. ആ ഭാഗത്തുള്ള ആൾക്കാർക്ക് പറയാൻ പറ്റാത്ത ഒരു ചുറ്റുപാട് വന്നപ്പോൾ അവർ വേറെ എവിടെ ദൂരെ പോയിട്ട് പിന്നെ ഈ വിഷയം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അതിപ്പോൾ നിങ്ങൾ ആളെ തിരഞ്ഞെടുക്കണം. ഞങ്ങൾ ഈ നമ്പറുണ്ട് സൈദാൽ ഉസ്താദ് എന്ന് പറഞ്ഞ ഒരാൾ. മൂപ്പരെ പോയി കണ്ടാൽ നിങ്ങൾക്കൊരു പരിഹാരം കാണുമെന്ന് വെച്ചിട്ട് ആണ് അവർ വന്നതും. ഇവിടെ വന്നപ്പോൾ ഉസ്താദ് തെങ്ങ് തുറക്കുന്നുണ്ട്. അപ്പോൾ അന്ന് ഉസ്താദിൻ്റെ വീട് ചോദിച്ച് ഇവിടെ ഉണ്ട്, അവിടെ കേൾക്കുന്നോളി പോയിരുന്നു പറഞ്ഞ് കോയമല്ലി പറഞ്ഞ മാതിരി അവിടെ പോയിരുന്നതും പെട്ടെന്ന് തന്നെ അവർ കിതാബ് എടുക്കാൻ പറഞ്ഞ് ആ കിതാബിൽ പറഞ്ഞു. ആ ഒറ്റ പറച്ചിൽ പറഞ്ഞപ്പോൾ തന്നെ അതിനുള്ള മറുപടികളുണ്ടായിരുന്നെന്ന് പറഞ്ഞ് അവർ മൂലമാരായിരുന്നു വന്ന ആൾക്കാർ. അവരെന്തൊന്ന് വായിച്ചു നോക്കിയെന്ന് പറഞ്ഞു. അവർ വായിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി. അപ്പോൾ അതിന് പരിഹാരം കിട്ടിയവർ തിരിച്ചുപോയി. അങ്ങനെ പല പണ്ഡിതന്മാരും ഇവിടെ ഉസ്താദിൻ്റെ വീട്ടിലേക്ക് വരുന്നതും അവരുടെ സംശയങ്ങൾ തീർക്കുന്നതൊക്കെ ഞങ്ങൾ അനുഭവത്തിൽ കണ്ടിട്ടുണ്ട്. ഞാനൊരുപാട് കാലം മുപ്പരായിട്ട് ഇടപെടുത്തി. കാരണം ഇവിടെ ഈ ഇപ്പോൾ അസ്ലാർ പറഞ്ഞ മാതിരി ഈ പെരിഞ്ചേരി ഉസ്താദ് ഇവിടെ നടത്തിയ കാലത്ത് മൂപ്പരെ നമ്മളെ കാലം കൂടിയാണ് അക്കാലത്ത്. എനിക്കങ്ങനെ തോന്നുന്നത്. നമ്മളിവിടെ കുഴപ്പമുണ്ടായ കാലമാണ് ഈ പ്രശ്നം. ഇവിടെ ഞങ്ങൾ കുറേ തല്ലുപിടിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അക്കാലത്ത്. അന്ന് മൂപ്പരാണ് ഇവിടുത്തെ അന്ന് ഞാൻ ഇവിടുത്തെ മഹല്ല് പ്രസിഡൻ്റാണ്. അപ്പോൾ ആ കാലത്തൊക്കെ എനിക്ക് പരിചയം എന്തായാലും സംശയം ഉണ്ടായിരുന്നില്ലാതൊക്കെ ഞാൻ മൂപ്പരാളെ ചോദിക്കൽ വിഷയങ്ങൾ. അപ്പോൾ ഞാനത് ചെറുപ്പക്കാരനാണ്. 10-25-30 വയസ്സുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എത്ര ചെറുപ്പക്കാരാണ് മൂപ്പര് അവിടെ ഒപ്പം പിടിച്ചിരുത്തും. ഇവിടെ ഇരിക്കി നിങ്ങളല്ലേ വിളിക്കുള്ളൂ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു പറയും. നമുക്ക് ഇരുന്നാലും അവിടെ കുട്ടി ഉറക്കൂല, എന്നാലും നിർബന്ധിച്ച് അവിടെ എത്തിക്കും. എന്നിട്ട് ഞങ്ങളുടെ മറുപടിയൊക്കെ പറഞ്ഞു തരും. ഏത് ചെറിയ കുട്ടികളായാലും മൂപ്പര് നിങ്ങളെന്നെ വിളിക്കുള്ളൂ. എടാ ജീവിതം മൂപ്പര് വിളിക്കൂല. മൊത്തങ്ങളൊക്കെ പ്രത്യേകിച്ച് ഏത് ചെറിയ കുട്ടികളായാലും നിങ്ങളെന്നെ വിളിക്കുള്ളൂ. അവരെ അങ്ങനത്തെ ഒരാളായിരുന്നു മൂപ്പര്. വളരെ ലളിതമായിട്ട് തന്നെ, വളരെ ലളിതമായിട്ട്. താടില്ല, വലിയ താടില്ല, വലിയ തൊപ്പിങ്ങൾ, വലിയ അലാക്കുന്ന തലയിൽ കെട്ടില്ല. ഒരു സാധാ കുപ്പായം താഴെ തുണിയും ഒരു തലയിൽ കെട്ടും അതേ ഉണ്ടാവുള്ളൂ. അത് തന്നെ നേരം മുക്കിയിട്ടൊന്നും ഉണ്ടാവില്ല.
ഇങ്ങനെ നടക്കും. പിന്നെ നടക്കാൻ പറഞ്ഞാൽ മൂപ്പർക്ക് താന്നൂരൊക്കെ ദർശനത്തിന് നേരത്തെ അവിടെ നിന്ന് നടന്നിട്ടുണ്ട് വരെ ചെയ്യുക. അന്ന് വണ്ടിയിനകത്ത് ആരാനും നിർത്തിയിട്ട് അന്നക്കാലത്ത് വണ്ടി ഇല്ല കണ്ട് നടന്നിട്ടാണ് വരാം. ഇത്ര ദൂരമുള്ളവരും നടന്നിട്ട് വരാന്നുള്ള സ്വഭാവമായിരുന്നു മൂപ്പർക്കുണ്ടായിരുന്നത്. അത് ഏതായാലും കൂടുതൽ പറഞ്ഞില്ല, എനിക്ക് പറയാൻ അറിയില്ല. അദ്ദേഹത്തിൻ്റെ ദർജകൾ അല്ലാതെ ഏച്ചു കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മളും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നല്ല അനുഭവങ്ങൾ നമുക്ക് ഓർമ്മ വരുന്നത് ആ നിസ്കാരത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതൊരു വലിയ സൂക്ഷ്മതയാണ്. ഏത് കൃഷിയിലാണെങ്കിലും നിസ്കാരം, അതുപോലെ തന്നെ കൃഷി ഏറ്റവും നല്ല ജോലിയാണ് കൃഷി. അതുകൊണ്ടാണ് ഉസ്താദ് അങ്ങനെ ചെയ്യുന്നത്. ഏറ്റവും നല്ല ജോലി കൃഷിയാണ്. അപ്പോൾ കൃഷി എന്നുള്ള വളരെ മഹത്വമുള്ള കാര്യമാണ്. അപ്പോൾ പുഞ്ചപ്പാടത്തൊക്കെ ഇപ്പോൾ എൻ്റെ വാപ്പ അനുഭവം പറഞ്ഞ ആ മോഹൻ്റെ മരമ്പത്ത് നിന്ന് നിസ്കരിക്കും. അതുപോലെ തന്നെ പല ഭാഗങ്ങളും മോച്ചപ്പോയി കാണാൻ ചെറിയ സ്രാമ്പികൾ, അവിടെ ഒരു കുളം ഉണ്ടാവും. അത് ആ കർഷകർക്ക് നിസ്കരിക്കാൻ വേണ്ടി അന്നത്തെ ആളുകൾ ഉണ്ടാക്കി കൊടുത്താണ്. ഇന്ന് നമുക്കൊരുപാട് പള്ളിയുണ്ട്, പക്ഷേ നമ്മൾ നിസ്കാരം കളാക്കുന്ന അവസ്ഥ നമ്മളിൽ മാറണം. അത് ഞാൻ ഇൻഷാ അല്ലാഹ് നമ്മുടെ അബുജി ഇടപെടും. നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ഇൻഷാ അല്ലാഹ് അബുജി ഇടപെടും. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഈ മഹത്തായ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത അലങ്കരിക്കുന്ന കോയ ഉസ്താദ്, മറ്റ് ഇവിടെ കൂടിയ ഉസ്താദന്മാർ, കാരണന്മാർ, മഹല്ല് ഭാരവാഹികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സീതാലി ഉസ്താദിൻ്റെ ആണ്ട് നേർച്ചകൾ ഇവിടെ വളരെ കാലമായിട്ട് വിപുലമായി നമ്മൾ ആചരിക്കുക പതിവാണ്. 33ാമത്തെ ആണ്ട് നേർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. ഉസ്താദിൻ്റെ ആദ്യത്തെ ആണ്ട് നേർച്ചയാണോ അതോ ഏഴിൻ്റെ തെല്ലിയതാണോ എന്ന് എനിക്ക് നല്ല ഓർമ്മയില്ല. അത് മഹല്ല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് നടത്തപ്പെടുകയുണ്ടായത്. അന്ന് ഈ എളിയവനാണ് മഹല്ല് കമ്മിറ്റിയുടെ സെക്രട്ടറി. ഉസ്താദ് മരിക്കുന്ന കാലത്തും അങ്ങനെ തന്നെയാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഖാദിയും നമ്മുടെ പ്രദേശത്തെ എന്നല്ല അയൽപ്രദേശങ്ങളിലും സംസ്ഥാന തലത്തിൽ തന്നെ എന്ന് പറയാം. അദ്ദേഹം സമസ്തയിലും മറ്റുള്ളതിലൊന്നും വലിയ നേതൃപദവിയിലൊന്നും അലങ്കരിച്ചിട്ടില്ലെങ്കിലും സമസ്തയുടെ നേതാക്കളടക്കം ആദരിക്കുന്ന അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന നല്ല മഹാനായ ഒരു ആലിമായിരുന്നു അദ്ദേഹം. സ്വാഭാവികമായിട്ട് നമ്മളെ ഖാദി പദവി അലങ്കരിക്കുന്ന കാലഘട്ടത്തിൽ മഹല്ല് സെക്രട്ടറി എന്ന നിലയ്ക്ക് അദ്ദേഹവുമായി പല വിഷയങ്ങളിലും ഇടപെടേണ്ട അവസരങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പലരും സൂചിപ്പിച്ച മാതിരി, പ്രത്യേകിച്ച് എൻ്റെ ജ്യേഷ്ഠൻ കുഞ്ഞാപ്പോയിച്ചൊക്കെ പറഞ്ഞ മാതിരി വളരെ എളിമയായ ഒരു സമീപനമായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് ആ കാലഘട്ടത്തിലൊക്കെ വളരെ ചെറുപ്പമാണ്, ഒരു 30-35 വയസ്സിൽ അല്ലെങ്കിൽ താഴെയൊക്കെയാണ് പ്രായം. അന്നൊക്കെ അദ്ദേഹത്തെ ഇപ്പോൾ വെള്ളിയാഴ്ചയാണ് മിക്കവാറും അദ്ദേഹത്തെ നമ്മൾ മീറ്റ് ചെയ്യുക. കാരണം വെള്ളിയാഴ്ച അവിടെ ജുമാക്ക് വന്നാൽ ജുമ പിരിഞ്ഞ ശേഷവും കുറേ നേരം മുദരിസുമാരുമായിട്ടൊക്കെ സംസാരിച്ച് കാരണന്മാരായിട്ടൊക്കെ സംസാരിച്ച് ഇവിടെ ഉണ്ടാകും. അപ്പോൾ ആ അവസരത്തിലാണ് നമ്മളൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ സമീപിക്കാറുള്ളത്. അപ്പോഴൊക്കെ വളരെ സന്തോഷത്തോടു കൂടി പ്രസന്നവദനായിട്ട് അദ്ദേഹത്തെ കാണാറുള്ളൂ. ചിരിക്കുന്നൊരു മുഖം എപ്പോഴും ഉണ്ടാവും, പുഞ്ചിരിക്കുന്ന മുഖം. അപ്പോൾ വളരെ ആവേശപൂർവ്വം അല്ലെങ്കിൽ വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം ഇരിക്കുന്നിടത്ത് പിടിച്ചിരുത്തുക പതിവ്. അപ്പോൾ എനിക്കൊക്കെ ഇപ്പോൾ ഇവിടെ കുഞ്ഞപ്പോയിച്ചൊക്കെ പറഞ്ഞ മാതിരി ഇരിപ്പ് കിട്ടില്ല. കാരണം ആരെ കൂടെ നമ്മൾ ഇരിക്കണത്, നമ്മളെപ്പോഴത്തെ ചെറുപ്പക്കാരനാണെങ്കിൽ പിന്നെയും തിരക്കിടില്ല. പ്രായം കൊണ്ടും പാണ്ഡിത്യം കൊണ്ടും ഒക്കെ വളരെ ഉന്നതിയിലുള്ള അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു സങ്കട അവസ്ഥയിലുള്ളൊരു സ്ഥിതിവിശേഷമായിരുന്നു. എന്നാലും അദ്ദേഹം നിർബന്ധിച്ച് അവിടെ ഇരുത്തും. നമ്മളൊക്കെ നിലത്ത്. അപ്പോൾ അവിടെ അന്ന് മുദരിസ്മാർക്ക് ഇവിടെ നമ്മളാ തെക്കേ ഭാഗത്ത് ഇപ്പോൾ ഉള്ള ആ ഭാഗത്ത് തന്നെയായിരുന്നു അവരുടെ ബെഡ്റൂമായിട്ട് ഉണ്ടായിരുന്നത്. അവിടെയാണ് അവിടെ ഇരിക്കൽ. അപ്പോൾ അന്നൊരു കട്ടിലുണ്ടാവും, ആ കട്ടിൽമേലാണ് അദ്ദേഹം ഇരിക്കുക. ആ കട്ടിൽമേൽ തന്നെ നമ്മളൊക്കെ പിടിച്ചിരുത്തും.
അത്ര ഒരു എളിമ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ തർക്ക വിഷയങ്ങളൊക്കെ എപ്പോൾ എവിടെ ചോദിച്ചാലും എത്രയും പെട്ടെന്ന് ഒരു കിതാബ് നോക്കാനോ അതിനൊന്നും വേണ്ട. മറ്റുള്ള പലരോടും നമ്മൾ പല വിഷയങ്ങളും സംസാരിച്ചപ്പോഴൊക്കെ ഞാൻ നോക്കിയിട്ട് പറയാം, അത് നല്ല ഓർമ്മയില്ല, അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറയാം. അവരെ കുറ്റപ്പെടുത്തില്ല ഞാൻ. പക്ഷെ ഇദ്ദേഹത്തോട് എന്ത് സംസാരിച്ചാലും അപ്പോഴൊക്കെ അതിനുള്ള മറുപടി കിട്ടും. അത് പല വിഷയങ്ങളും അങ്ങനെ ഉണ്ടായിട്ടുമുണ്ട്. ഇപ്പം ചില കാര്യങ്ങളൊക്കെ നമുക്ക് എന്നെ പോലുള്ള മതപരമായിട്ട് ദീനി വിജ്ഞാനം കുറഞ്ഞ എന്നെ പോലുള്ളവർക്കൊക്കെ വിശേഷിച്ച് എനിക്ക് അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു വിവാഹ തർക്ക സംബന്ധമായിട്ട് അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ എന്താ തെറ്റെന്ന് ചോദിച്ചു ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ. അപ്പോൾ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ അന്നൊക്കെ ഈ വീട്ടുകാർ തമ്മിലാണ് പ്രശ്നങ്ങൾ അധികം ഉണ്ടാകുക. അപ്പോൾ ഈ പെണ്ണിനെ വിളിക്കാൻ വന്നിട്ട് പറഞ്ഞു വെച്ചില്ല. അതാണ് പ്രധാന തെറ്റ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എങ്ങോട്ടാണ് വിളിക്കാൻ വന്നത്, ഏത് വീട്ടിലേക്കാണ്? അപ്പോൾ അവിടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക്. ഭർത്താവിൻ്റെ വീട് ആരതാണ് എന്നാ പിന്നെ ചോദിക്കണത്. ഭർത്താവിൻ്റെ വീട് ഭർത്താവ് സ്വന്തം ഉണ്ടാക്കിയതാണോ എന്നാ ചോദിക്കണത്, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്വന്തം സ്ഥലത്ത്. അപ്പോൾ അതല്ല, ബാപ്പാൻ്റെ പേരാണ്, ബാപ്പ ഉണ്ടാക്കിയതാണ്. അപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, ബാപ്പാൻ്റെ പേരിലേക്ക് ഒരു കൂട്ടുകുടുംബത്തിലേക്കൊന്നും ഒരു പെണ്ണിന് അങ്ങനെ വിളിച്ചാൽ പോയിക്കോണമെന്ന് നിർബന്ധമില്ല എന്നാണ് പറഞ്ഞു. നമ്മളെ സംബന്ധിച്ച് നമുക്കൊക്കെ ഒരു പുതിയ അറിവാണ്. അതേ സ്ഥലത്ത് ഭർത്താവ് സ്വന്തമായി ഉണ്ടാക്കിയ വീടാണെങ്കിൽ പോയാൽ നിർബന്ധമാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഓരോ പ്രശ്നങ്ങൾ നമ്മളൊക്കെ സംസാരിക്കാനും മനസ്സിലാക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും ചോദിക്കുന്നതും വളരെ സന്തോഷമാണ് അദ്ദേഹത്തിന്. ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഒരു വെറുപ്പോ ഒരു ഇതൊന്നും ഉണ്ടാവില്ല, നല്ല നിലയ്ക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. എന്തായാലും അദ്ദേഹത്തിൻ്റെ മരണം അല്ലെങ്കിൽ മരണത്തോടനുബന്ധിച്ച കാലഘട്ടത്തിലാണ് നമ്മളെ വളരെ ദുഃഖകരമായ അവസ്ഥ എന്ന് തന്നെ പറയണം. നമ്മുടെ സുന്നത്ത് ജമാഅത്തിൽ സുന്നി രണ്ട് വിഭാഗമായിട്ട് പിളർന്നതും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോരടിച്ചും തർക്കങ്ങൾ ഉന്നയിച്ചൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ അവസരത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാനിപ്പോഴും ഓർക്കുകയാണ്. ആ അവസരത്തിൽ മതപണ്ഡിതന്മാരൊക്കെ നമ്മൾ ഏത് വിഭാഗം ഇങ്ങനെ നോക്കുമല്ലോ. അങ്ങനെ അദ്ദേഹത്തോട് തെയ്യാല വെച്ച് ഒരു സുഹൃത്തിനെ എനിക്കറിയാം, ഞാൻ അപ്പോൾ പറഞ്ഞില്ല, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിനും സുഹൃത്താണ്, നമ്മളൊക്കെ സുഹൃത്ത് തന്നെയാണ്. ചോദിച്ചു, അത്ര ഉസ്താദ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ രണ്ട് വിഭാഗം ആയല്ലോ, ഉസ്താദ് ഇപ്പോൾ ഏത് വിഭാഗത്തിലാന്ന് വെച്ചത്. അപ്പോൾ ഉസ്താദ് പറഞ്ഞ മറുപടി, ഈ രണ്ട് വിഭാഗത്തിൻ്റെയും ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ വിഭാഗങ്ങളുണ്ടല്ലോ, അവരെ നേതൃത്വം നൽകുന്ന ആ പണ്ഡിതന്മാരെ രണ്ടുപേരും എനിക്കറിയാം. പക്ഷെ ഞാനിപ്പോൾ അവരെ കൂടെ പോകാനോ അവരിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കാനോ ഒന്നും പറ്റിയ പ്രായമല്ല ഇപ്പം എനിക്ക്. അദ്ദേഹം പറഞ്ഞ വാക്കായം പറഞ്ഞത്, ഞാൻ അത്യാവശ്യം വിവരം എനിക്കുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ആ വിവരത്തിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുകയാണ്, ഞാൻ നിലകൊള്ളുകയാണ് ദീനിൽ. അല്ലാതെ അവരെ രണ്ടുപേരും പിൻപറ്റിക്കൊണ്ടുള്ളൊരു അതല്ലെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും ഇനിയും പഠിക്കാനുള്ളൊരു അവസരമല്ല. അപ്പോൾ വയസ്സൊക്കെ പ്രായമായി എന്നാണ് അദ്ദേഹം പറഞ്ഞ മറുപടി. അത് അദ്ദേഹം തന്നെ, ഞാനും അതുപോലെ തന്നെ ഞങ്ങളെ കുറച്ച് ആളുകളെ, നമ്മളെ മമ്മൂട്ടി ഉസ്താദാണെന്ന് തോന്നുന്നു അന്നത്തെ മുദരിസ്, അദ്ദേഹത്തെ കൂടി സാന്നിധ്യത്തിൽ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അദ്ദേഹം അങ്ങനെ ഒരു വിഭാഗീയമായിട്ട് ചിന്തിച്ചിട്ട് ഒരു വിഭാഗത്തിൻ്റെ കൂടെ കൂടി അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെ വക്താവായിട്ട് നിലകൊണ്ട ഒരാളല്ല. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ ഈ മഹലിൽ ആളുകൾ അദ്ദേഹത്തെ ഒരു വിഭാഗമായിട്ട്, ചിലർ മറ്റേ വിഭാഗത്തിനോടൊരു താല്പര്യമില്ലാത്ത ആളായിട്ട് ഒക്കെയാണ് കണ്ടിരുന്നത് കുറേ കാലങ്ങൾ. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരിതൊന്നുമില്ല. അദ്ദേഹം വളരെ പണ്ഡിതനായതുകൊണ്ട് എല്ലാ വിഷയങ്ങളും അദ്ദേഹത്തിൻ്റെ ആ ഗമനത്തിൽ, അദ്ദേഹത്തിൻ്റെ ആ വിശകലനത്തിൽ കാര്യങ്ങൾ ഗ്രഹിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കും. അപ്പം അങ്ങനെ പല അനുഭവങ്ങളും. അതുപോലെ തർക്ക വിഷയങ്ങളിലൊക്കെ ഇപ്പോൾ ഇവിടെ പലരും സൂചിപ്പിച്ചു. ഒന്നാൾ ഒരു
ഒരു പണ്ഡിതൻ്റെ അദ്ദേഹത്തിൻ്റെ അനുസ്മരണത്തിൽ പറയുന്നത് കേട്ടു. ഒരു പള്ളിയിൽ ഒരു തർക്ക വിഷയം ഉണ്ടായി. പള്ളിപ്പറമ്പിൽ ഒരു മുളങ്കൂട്ടം, ആ മുളങ്കൂട്ടം അങ്ങനെ പടർന്ന് വലുതായി അടുത്ത പറമ്പിൽ പോയി, അടുത്ത പറമ്പിലേക്ക് വ്യാപിച്ച് അവിടെയും മുളങ്കൂട്ടം ഉണ്ടായി. അപ്പോൾ പള്ളി കമ്മിറ്റിക്കാർ ആ മുളങ്കൂട്ടം വിൽക്കാനും അത് വെട്ടി മാറ്റാനും ഒക്കെ തീരുമാനിച്ച് അതനുസരിച്ച് ആരൊക്കെ ഒന്ന് വിലക്കെ പറഞ്ഞപ്പോൾ വിറ്റിട്ട് വെട്ടാൻ ചെന്നപ്പോൾ മറ്റേ പറമ്പേർ അത് തടസ്സം ചെയ്തു. അയാളെ പറമ്പിലുള്ളൊന്നും വെട്ടാൻ സമ്മതിച്ചില്ല. അപ്പോൾ അതൊരു വലിയ പ്രശ്നമായി നാട്ടിൽ, വലിയ 2 ചേരിയൊക്കെ ആയിട്ട്. അങ്ങനെ അതിപ്പോൾ ശരിക്കും ആർക്കാണ് അതിൻ്റെ ഉടമസ്ഥാവകാശം എന്നുള്ള വിഷയത്തിൽ അവിടെയുള്ള അപ്പോഴത്തെ പണ്ഡിതന്മാർക്കൊന്നും ഒരു വിധി കൽപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പലയിടത്ത് പോയിട്ടും അവർക്ക് ശരിയായൊരു തീർപ്പ് കൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു മതപണ്ഡിതൻ പറഞ്ഞത്, ഇങ്ങനെ വെള്ളിയാമ്പുറത്ത് നമ്മൾ സീതാലി ഉസ്താദ് ഉണ്ട്, അവരെ പോയി കണ്ടാൽ അതിനുള്ള ശരിക്കുള്ള ഒരു ഫത്വ കിട്ടുമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഈ ഉസ്താദുകൾക്കും കൂടി വന്നപ്പോൾ അന്ന് അദ്ദേഹം സുഖമില്ലാത്ത അവസരത്തിലാണ്, അദ്ദേഹത്തിൻ്റെ മരണത്തോടനുബന്ധിച്ച ഒരു അവസരത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ അദ്ദേഹം അതൊക്കെ ചോദിച്ചറിഞ്ഞ് കേട്ടറിഞ്ഞ് അത് അദ്ദേഹം കുറച്ച് ആലോചിച്ചിട്ട് പറഞ്ഞു, അത്ര ഇന്ന കിതാബിലുണ്ട് അതിനെ പറ്റിയുള്ള അവകാശത്തെ പറ്റിയുള്ള വിവരങ്ങൾ. അതിപ്പോൾ ഏത് പേജിലാണ് ഏത് അധ്യായത്തിലാണെന്നൊന്നും എനിക്കിപ്പോൾ നല്ല ഓർമ്മയില്ല. ഇന്ന കിതാബങ്ങൾ പരിശോധിച്ചാൽ മതി, അതിലുണ്ട് വിശദമായിട്ട് ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതുപ്രകാരം ഈ ഉസ്താദ് പരിശോധിച്ചപ്പോൾ അതിൻ്റെ ശരിക്കുള്ള ആ ഉടമസ്ഥാവകാശത്തെ പറ്റിയുള്ള ആ വിവരങ്ങൾ ശരിക്കും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും ഓർമ്മശക്തിയും ആ രോഗാവസ്ഥ കേൾക്കുന്ന അവസരത്തിൽ പോലും ഓർമ്മശക്തിയും ആ കിതാബുപരമായ പാണ്ഡിത്യമൊക്കെ ഉള്ള ഒരു മഹാനായിരുന്നു. അത് എല്ലാവർക്കും അറിയുകയും ചെയ്യുക. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ തേടി വരുന്നത് പല ദിക്കിൽ നിന്ന്. ഏതായാലും ഞാൻ ഈ അവസരത്തിൽ എൻ്റെ ഈ ഓർമ്മക്കുറിപ്പുകൾ അദ്ദേഹത്തെ പറ്റിയുള്ള ഓർമ്മകൾ കൂടുതലായി നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇന്നലെ ആയിരുന്നു ശരിക്ക്, ഇന്നലത്തെ ഉദ്ഘാടന സെഷനിലായിരുന്നു എന്നെ ഇതിന് സംഘാടക സമിതി ക്ഷണിച്ചിരുന്നത്. അന്ന് വ്യക്തിപരമായ ചില അസൗകര്യങ്ങൾ കാരണം എനിക്ക് കോഴിക്കോടൊക്കെ പോകേണ്ടതുണ്ടായിരുന്നതുകൊണ്ട് അതിൽ പങ്കെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൽപ്പെട്ട ഒരു സംഘാടക സമിതി അംഗത്തോട് ഞാൻ പറഞ്ഞും ചെയ്തിരുന്നു, ഞാൻ പിന്നൊരു ദിവസം വരാം എന്ന് പറഞ്ഞാണ്. അത് പ്രകാരമാണ് ഇന്ന് ഇവിടെ എത്തിയത്. അതിൽ നിങ്ങളാരും ഒരു ഉറപ്പൊന്നും വിചാരിക്കരുത്, അന്ന് പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. എന്തായാലും ഉസ്താദിനെ അനുസ്മരിക്കുക എന്നുള്ളത് നമ്മളെല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ കൂടിയവർക്കൊക്കെ അദ്ദേഹത്തെ പറ്റിയാൽ അനുസ്മരണങ്ങളാണ്. പിന്നെ എടുത്തു പറയുമ്പോൾ പറ്റിയൊരു സംഭവം കൂടി, അദ്ദേഹത്തിന് ഈ മതവിജ്ഞാനം ജനങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും താല്പര്യമുള്ള വിഷയം. ഇപ്പോൾ ഞാൻ സെക്രട്ടറി ആയിരിക്കുന്ന അവസരത്തിലൊക്കെ അന്ന് ഇവിടെ കൊല്ലം വയലുണ്ടാവും റമദാനിൽ. അപ്പോൾ ഈ വയലിന് ആളുകൾ വളരെ കുറവായിരിക്കും. അങ്ങനെ ഇപ്പോൾ അന്ന് യോഗം കമ്മിറ്റി മീറ്റിംഗ് കൂടിയപ്പോൾ ഒരു റമദാനിൽ നമ്മളിപ്രാവശ്യം വയലൊന്ന് മാറ്റിയിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും വല്ല ഇസ്ലാമിക കഥാപ്രസംഗം അതുപോലെ അങ്ങനെ പല പരിപാടി ഉണ്ടല്ലോ, മറ്റേ ബദർ വരാണ്, അതൊക്കെ അങ്ങനത്തെ പല പരിപാടികൾ അങ്ങനെ ഒന്ന് ആക്കിയാലോ എന്ന് വിചാരിച്ച് ചെറുപ്പക്കാരെ ആവശ്യം നമുക്ക് പരിഗണിക്കാന്നുള്ള എനിക്ക് ഏതായാലും നമ്മൾ ഉസ്താദിനോട് സംഗതി പറയാം, ഉസ്താദിൻ്റെ കൊണ്ട് അഭിപ്രായം അറിഞ്ഞിട്ട് ചെയ്യാമെന്നും പറഞ്ഞ് ഉസ്താദിനെ കാണാൻ പോയി. ഞാനും നമ്മൾ അപ്പുട്ടൊക്കെയാണ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അപ്പുട്ടൊക്കെ ഉണ്ട്, പിന്നെ ആരാ MT ജി ഇങ്ങനെയുള്ളവരൊക്കെ കൂടി. അപ്പോൾ അദ്ദേഹം ഇത് കേട്ട ഉടനെ തന്നെ പറഞ്ഞത്, ആളുള്ളതും ഇല്ലാത്തതൊന്നും നമ്മൾ നോക്കണ്ട, ഉള്ള ആളുകൾക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായി അതിനനുസരിച്ച് ഒരാളെങ്കിലും അതിനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ, അത് നിത്യജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ അത് നമുക്കൊക്കെ ഹയറാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ആളെ നോക്കിയിട്ട് വേണ്ട, നമ്മൾ മതപ്രസംഗം തന്നെ തുടരണം എന്നുള്ളൊരു സന്ദേശമാണ് അദ്ദേഹം ഞങ്ങൾക്ക് നൽകിയത്. അപ്പോൾ അതുപോലെ തന്നെ ഈ മതപ്രസംഗം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അതൊക്കെ പറയുമ്പോൾ ഉസ്താദന്മാരൊക്കെ
സാന്ദർഭികമായിട്ട് ചില കഥകളും, അത് ചിലപ്പോൾ കെട്ടുകഥകളൊക്കെ ആയിരിക്കും, ഒരു ആവേശം കൊള്ളിക്കാൻ അല്ലെങ്കിൽ ശ്രോതാക്കൾക്ക് ആവേശം ഉണ്ടാക്കാൻ വേണ്ടി ചിലപ്പോൾ കഥകളൊക്കെ പറയും. പക്ഷെ അദ്ദേഹത്തിന് അതൊന്നും ഇഷ്ടമായിരുന്നില്ല. അങ്ങനെ ഒരു അവസരത്തിൽ ഒരു ഉസ്താദ് എന്തൊക്കെ ചില കഥകളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം അന്ന് ഉദ്ഘാടനത്തിന് സദാലി ഉസ്താദാണ് ഉണ്ടാവില്ല. എല്ലാം അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലം വരെ നമ്മൾ അതൊക്കെ സംഘടിപ്പിക്കുമ്പോൾ വളരെ കുറച്ചേ സംസാരിക്കുള്ളൂ. എന്നാലും ഉദ്ഘാടനത്തിന് അദ്ദേഹത്തിനെയാണ് വിളിക്കുക. അത് കഴിഞ്ഞിട്ട് പ്രസംഗിക്കാൻ വേറെ ഉസ്താദ് ആരെങ്കിലും ഉണ്ടാവും. അപ്പോൾ അദ്ദേഹം ഉദ്ഘാടനം കഴിഞ്ഞ് ഈ ഉസ്താദിൻ്റെ പ്രസംഗത്തിൽ ഈ ഇത്തരം പരാമർശങ്ങൾ വന്നപ്പോൾ അദ്ദേഹം എണീറ്റ് പോയി. അദ്ദേഹത്തിന് അത് ഇഷ്ടക്കുറവുണ്ടോ എന്തോ അറിയില്ല. ഏതായാലും ഈ ഉസ്താദിന് അത് വലിയ വിഷമമായി. അങ്ങനെ അദ്ദേഹം ചിലരോടൊക്കെ അത് സൂചിപ്പിച്ചെന്നൊക്കെ പറഞ്ഞത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ നിലപാടനുസരിച്ച് അദ്ദേഹം പെരുമാറി, അത്രയും നമുക്കതെന്ന് പറയുള്ളൂ. അത് അങ്ങനത്തെ ഒരു കഥകളും ഒന്നുമില്ല. ജനങ്ങൾക്ക് ദീനിയായ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കുക, അതായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത്. എന്തായാലും ഞാൻ എൻ്റെ ഈ സ്മരണ അയവിറക്കൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഈ ഇങ്ങനൊരു അവസരം തന്നതിൽ എൻ്റെ സംഘാടക സമിതിക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വലിയ വാക്കുകൾ നിർത്തുന്നു. അദ്ദേഹത്തെ നമ്മളെല്ലാം റബ്ബ് സുബ്ഹാനഹു അദ്ദേഹം അവരുടെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ, അദ്ദേഹത്തിന് ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഉസ്താദിനെ പറ്റി പറയുകയാണെങ്കിൽ വലിയ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഉസ്താദിനെ വയ്യാത്തൊരു ടൈമിലാണ് പറഞ്ഞത് അതിനെ കാണാൻ പോകുന്നത്. കാണപ്പോൾ മിനിക്കുട്ടിയോട് ചോദിച്ചു ഞാൻ, നമ്മളെ ബാസ്റ്റൻ സോറി ഞാൻ മറ്റാൾ പറഞ്ഞത് മൂപ്പരോട് ചോദിച്ചാൽ അവൻ പറഞ്ഞ് ഉസ്താദിന് ഇഷ്ടം നുറുക്കാന്ന് പറഞ്ഞു. നുറുക്ക് അത് ഞാൻ ചില്ലറ നുറുക്കും വാങ്ങിയിട്ട് പോയി. പോയിട്ട് ഉസ്താദിനെ കൊടുത്ത് അങ്ങനെ ഞങ്ങൾ പോകുന്ന അന്ന് വ്യാഴാഴ്ചയാണ്. അതിന് വെള്ളിയാഴ്ച ജുമാക്കും വേണ്ടി വന്ന് ഞാൻ നാർത്തെ എത്തിക്കണ്. ഉസ്താദിൻ്റെ കണ്ടുകളൊന്നും ഉള്ളു. അതിന് ഞാൻ ഒന്നുണ്ടാക്കുമ്പോൾ ഈ കവുന്നുകാരിയില്ലേ എന്താ പറ്റി അതിനെ ആടിത്തത്തിനെ പറ്റി പറയാൻ പറ്റില്ല. നമ്മളെന്നെ എച്ചപ്പെടും. കാരണം മൂപ്പര് ആ ഒന്നിൻ്റെ കാര്യയിൽ ആ ഗേറ്റും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കും, ഒന്ന് ചിരിച്ചു കണ്ട് പിന്നെ അവർ പടത്തോണ്ട് എന്താ ഉസ്താദ് ഇങ്ങനെ ചെയ്യണത്, ഒരു പിടുത്തം കിട്ടിയില്ല. അങ്ങനെ പിറ്റേ കൊല്ലം മൂപ്പര് വഫാത്തതിൻ്റെ ശേഷം കുണ്ടൂർ ഉസ്താദ് സ്മരണ നടത്തിയപ്പോൾ കുണ്ടൂർ ഉസ്താദ് പറഞ്ഞു ഒരു 50 വയസ്സ് ഉസ്താദിന് കൊടുക്കുകയാണെങ്കിൽ വലിയ ലാളിത്തം കാട്ടും. അപ്പം എനിക്ക് അപ്പളാണ് ഓർമ്മയായത് ഈ സംഭവം. പോയി ചില്ലറ നുറുക്കൊണ്ടി കൊടുത്തിട്ടാണ് പോയി കാട്ടണത്. ഞാൻ ഒന്നിട്ടോളം അവിടെ കാത്തുനിന്ന് ഞാൻ കയറിൻ്റെ ശേഷമാണ് മുപ്പര് ഉണ്ടാക്കിയിട്ട് വരലല്ലോ. അപ്പം ഇന്നെ കണ്ടിട്ട് വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ആ ലാളിത്യം ഇപ്പോഴാണ് ഞാൻ ഉസ്താദ് പറഞ്ഞപ്പോഴാണ് കുണ്ടൂർ ഉസ്താദ് പറഞ്ഞപ്പോഴാണ് എനിക്ക് അതിനെ പറ്റി ഓർമ്മ വന്നത്. അത്തരം ലാളിത്യത്തിൻ്റെ ആളായിരുന്നു. വലിയ എന്താ പിന്നെ പറയാൻ പറ്റില്ല. പിന്നെ അതേമാതിരി എനിക്കൊരു പോസ്റ്റ് മാസ്റ്റർ ജോലി ഇട്ടു ഉസ്താദിനെ സംബന്ധിച്ച്. ഉസ്താദിനെ കൊണ്ട് അതിവിടെ കരികപ്പാറ ഒരു പിന്നെ ഒരു ദിക്റാൽക്കുണ്ടായിരുന്നു. ദിക്റാൽക്കൊക്കെ അന്ന് അതുള്ള വലിയവരുണ്ട്, ചെയ്ത വലിയവരൊക്കെ ഉണ്ട്. അതിന് ഞാൻ ഇവിടെ ഇങ്ങനെ തേങ്ങ അതുള്ള വലിയവർ ഒന്നുകൊണ്ട് ഇറങ്ങി ഇന്ന് നമ്മൾ രാത്രി പോകാണ്ട് ഇപ്പം പറഞ്ഞിട്ടുണ്ട് അതിനോട് അതിൻ്റെ ഒരു അയൽക്കാരനാണ് പിന്നെ മൗലൂദിന് പോകുന്നത്. എനിക്ക് കരികപ്പാറ പോയി അന്ന് ആ പരിപാടി. അപ്പോൾ ആടി മറ്റേ ബാബാജി ഒന്നുകൊണ്ട് എൻ്റെ സെറ്റ് പേര് നമ്മളെ ഓണക്കാട് ബാബാജി ആടൊക്കെ പരിവർത്തിക്ക് എത്ര ആൾ വരുമെന്നറിയില്ലല്ലോ. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ 50 ഉറുപ്പ്യ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ എനിക്കും തന്നെ 50 ഉറുപ്പ്യ. അതിന് 50 മിനിറ്റിൻ്റെ ജീവിതത്തിൽ ആ പരിപാടിയിലൊക്കെ അജാതി പരിപാടി നാടാട് ആദ്യമായിട്ടും കൊടുക്കായിട്ട് വന്ന് കിട്ടിയതാണ്. അങ്ങനെ പിറ്റേന്ന് രാവിലെ എൻ്റെ അടക്കേറ്റ് പോവുകയാണ് ചകർകുളത്തേക്ക് പോകുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ പരിപാടിയിൽ ഒരു ചെറിയ ഉറക്കൊരു മയക്കുണ്ടായിട്ടുണ്ട്. നല്ല അരിഞ്ഞുകൊണ്ട് തോന്നിട്ടോ. അങ്ങനെ എടപ്പാളിൽ ആ ബസ്സിൽ ഇങ്ങനെ ചങ്ങരോളത്ത് പോകല്ലേ, എടപ്പാളിൽ അവിടെ ദിവസം നിൽക്കും ഒരു 5 മിനിറ്റ്. ആ നിൽക്കുന്ന ടൈമിൽ ഞാൻ ഈ കണ്ണുമയത്തത്തിൽ ഞാറില്ല ഒരു ഉസ്താദ്, വലിയൊരു ഉസ്താദ് അയലക്കാടുള്ള പള്ളിയിലാണ്, നല്ല വെയിറ്റുള്ള. ആ മൂപ്പര് പോക്കറ്റ് കഴിഞ്ഞിട്ട് ഇവിടുത്തെ കേസ് കഴിഞ്ഞിട്ട് ഇവിടെ ഇതൊക്കെ തരപ്പെട്ട തരുന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഇയാളത് തിരക്കില്ല.
എന്നിട്ട് ഞാൻ എടുക്കാതെ അതങ്ങ് എടുത്തവിടെ പോയെന്നറിയാം. അപ്പോൾ ഞാൻ എൻ്റെ കൈ പുറപ്പെട്ടില്ല, മൂപ്പര് കൊടുത്തു. അപ്പോൾ മുമ്പത്തെ അങ്ങപ്പോൾ എന്നെ കാണാൻ ഇവിടെ പോവുക, ചാവക്കാട്ട് പോവുക മൂപ്പര്. അപ്പോൾ നോക്കാൻ നിങ്ങൾ ഇത് നമ്മളറിയില്ലല്ലോ, എൻ്റെ അടുത്ത് കായ് ഏൽപ്പിച്ചുകൊണ്ട് അവിടെ കൊടുക്കാനുള്ള ആവശ്യമായിരിക്കും. പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ അജാതി കായ് അതിന് മുന്നും കിട്ടിയില്ല, പിന്നെയും കിട്ടിയിട്ടില്ല. ഏതെങ്കിലും ഇതൊക്കെയാണ് നമ്മളെ അനുഭവം. എല്ലാവും മൂപ്പരെ കൂട്ടത്തിൽ മൂപ്പരെ പറക്കത്തോണ്ടി നമ്മളെയും സ്വർഗത്തിൻ്റെ അധികാരി ചേർത്തട്ടെ. അപ്പോൾ ഇത് ഓർമ്മപ്പെടുത്തിയൊരു വിഷയത്തിലൊരു വിഷയം പറയാൻ മനസ്സിൽ കരുതിയതുകൊണ്ട് പറയണം. ബഹുമാനപ്പെട്ട ഉസ്താദ് തന്നെ 1948 ആനൂരിൽ നിൽക്കുന്ന സമയത്ത് അവിടെ ചില ആളുകൾ വന്നിട്ട് ഉസ്താദിനോട് ചില രാഷ്ട്രീയ മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ ഉസ്താദ് ഒരു പാർട്ടിക്കും അന്ന് മെമ്പർഷിപ്പോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഈ പണ്ഡിതന്മാരുടെ തർക്കം വന്ന സമയത്തും ഉസ്താദ് ഒന്നിലും ഇടപെട്ടിട്ടില്ല. വെള്ളിയാമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഉസ്താദ് ഒരു മസ്ലഹത്ത് ഉണ്ടാക്കിയിട്ട് ആ മസ്ലഹത്തിൽ ഞാനിപ്പോൾ തുറന്ന് പറയുകയാണ്, ഒരു വിഷയം ആരും വിചാരിക്കേണ്ട. ഉസ്താദ് പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചില്ല എന്നതുകൊണ്ടാണ് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നൊരു പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ കൂടിയ എല്ലാ മോമിനികൾക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുതൽ ഞാൻ പറയുന്നില്ല. എൻ്റെ ഉസ്താദാണ് ആര് സയ്യിദ് മുസ്ലിയാർ, മമ്മി മുസ്ലിയാർ. ഇവരിൽ ഞാൻ കുറച്ച് ഓടിയിട്ടുണ്ട്. ഓരോ ഫിഖിയായ മസ്അലകളൊക്കെ പോയി ചോദിച്ചിട്ടുണ്ട്. ആ സമയത്ത് എല്ലാ മസ്അലകളും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഉസ്താദിൻ്റെ വീട്ടിൽ സയ്യിദ് മുസ്ലിയാരുടെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം ഒരു കുഞ്ഞിച്ചട്ടിയിൽ ലേശം ചായ കൊടുക്കുന്നു, വെള്ളപ്പൊടി ചായ. അന്ന് കുഞ്ഞിച്ചട്ടിയിൽ അത് ഞാൻ കുടിച്ച് ഇടത്തെ കൈ കൊണ്ട് കുടിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞ് ഇടത്തെ കൈ കൊണ്ട് കുടിക്കരുത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് വലത്തെ കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്ന് എൻ്റെ ഉസ്താദ് എനിക്ക് പഠിപ്പിച്ചു തന്ന്. ബിസ്മിക്ക് എന്തെല്ലാം പവറുകളുണ്ട് എന്ന് അറിയാമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് 4000 നന്മകളെ അല്ലാഹു തആല ഉയർത്തും, 4000 തിന്മകളെ അല്ലാഹു തആല മായ്ച്ചു കളയും, 4000 ദർജകളെ അല്ലാഹു തആല ഉയർത്തും എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് എനിക്ക് പഠിച്ചു തന്നാണ്. അതുകൊണ്ട് ഞാൻ ചെന്നതെന്താണ്, ഈ വയലിൽ ഇവിടെ ഉണ്ട്, മൊയ്‌ലി വയലിൽ ഇവിടെ നടക്കുന്നുണ്ട്, വെള്ളിയാമ്പലത്ത് അന്ന് വെയിറ്റ് ചെല്ലാതെ ഞാനും മഹമൂലറും അൽബിയൊക്കെയാണ് അന്ന് വെയ്ത്തന്മാര്. ആ സമയത്ത് ഞാൻ ചൊന്നത് വെയ്ത്ത് ഉസ്താദെ നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നവരെ വിട്ടാൽ ഞാൻ നിങ്ങൾ കേൾപ്പിക്കാൻ പോകുന്നത് അത് എല്ലാവരും ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അദ്ദേഹത്തിനെ പറ്റും അമ്മിയാരെ പറ്റും പറയുകയാണെങ്കിൽ കൂടുതൽ പറയാനുണ്ട്. എല്ലാം നിങ്ങൾ കേട്ട് ധരിച്ചിരിക്കുകയാണ്. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഈ ബെയ്ത്ത് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ ഇത് കേട്ടിട്ട് കേട്ടോളിയെന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ പഠിപ്പിച്ചെന്ന ബെയ്ത്താണ്. സലാത്തും തസ്ലീമും അലാ ഹബീബിൻ സുമറാ തർതീമു തർളിയാതു അലൈഹി സലാം അലൈഹി സലാം. അഫ്ളാലു സഹാബാതി അനീസുഹും സുറുറാ അബൂബക്കർ സിദ്ദീഖുല്ലാഹ് അലൈഹി സലാം അലൈഹി സലാം. തഫരീഖു ബൈന ഹഖിം വബാതിൽ ഖഹ്റൻ ഖഹ്റാ മർവാലി ഫാറൂഖുല്ലാഹ് അലൈഹി സലാം അലൈഹി സലാം. ജാമിഉൽ ഖുർആനി أنفق مالا كثيرا عثمان ذي النورين عليه السلام عليه السلام. قاتل الكافرين ضاربهم كثيرا علي حيدر أسد الله عليه السلام عليه السلام.
عشرة المبشرين بالجنة فقرا فقرا طلحة بن عبيد الله عليه السلام عليه السلام سادس منهم مجدا فضلا هجرا مصرا بقرا زبير بن حوام الله عليه السلام عليه السلام سابيع موفق مالي في الجهاد كسرا كسرا عبد الرحمن بن عوف عليه السلام عليه السلام صلاة تسليم على ياسين زمرا زمرا وقاما محمودا عليه السلام عليه السلام അള്ളാഹുവേ ഇന്ന് ഉസ്താദിലേക്ക് നീ പുറത്ത് കൊടുക്കണേ അല്ലാ, മമ്മി മൗലികൾക്ക് നീ പുറത്ത് കൊടുക്കണേ അല്ലാ, പഠിച്ചവനെ അതുപോലെ പരീത് മൗലികൾക്ക് നീ പുറത്ത് കൊടുക്കണേ അല്ലാ, പഠിച്ചവനെ പൈതട്ട് ഒരു വാബോലിയുണ്ട് അദ്ദേഹത്തിലേക്ക് നീ പുറത്ത് കൊടുക്കണേ അല്ലാ, ഈ പള്ളിപ്പറന്നിൽ കിടക്കുന്ന മുഅ്മിനീങ്ങൾക്ക് നീ പുറത്ത് കൊടുക്കണേ അല്ലാ, പഠിച്ചവനെ വല്ല തെറ്റുണ്ടെങ്കിൽ നീ പൊറുക്കണേ അല്ലാ, ഞങ്ങൾ സാലിഹികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ, സാലി പെട്ടെന്നുള്ള ഭരണത്തിനടുത്ത് ഞങ്ങൾ എല്ലാവരെയും കാക്കണേ അല്ലാ, ബഹുമാനപ്പെട്ട മമ്മിയർക്ക് നീ പുറത്ത് കൊടുക്കണേ അല്ലാ, അദ്ദേഹത്തിന്റെ കിതാബ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം മക്കളെ, എല്ലാവരും കൊണ്ട് കണ്ടോളെ. എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ജഹറാക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയ കിതാബാണ് ബഹുമാനപ്പെട്ട മമ്മി മുസ്ലിയാർ. അള്ളാഹു തആല ഖബർ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ അല്ലാ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ് പച്ചായ മമ്മൂട്ടി, അതുപോലെ തന്നെ നമ്മളെ മറ്റേ സേതലി വ്യാജി, ഇൻഷാ അല്ലാഹ് മൂസക്കുട്ടിയൊക്കെ, മൂസക്കുട്ടി ഇടുന്നു ആ പച്ചായ മമ്മൂട്ടി. രണ്ട് വാക്ക് സൈദാൽ ഉസ്താദിന്റെ അയൽവാസിയും കൂടിയായ സൈദലി ഹാജി സംസാരിക്കും. അസ്സലാമു അലൈക്കും. ഞാനും ഉസ്താദും കൂടി കുറച്ച് സമയങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഉസ്താദ് താന്നൂരിൽ നിന്നും വ്യാഴാഴ്ച ദിവസം കുറച്ച് നേരത്തെ എത്തും. വന്നതിൻ്റെ ശേഷം ഉസ്താദ് എന്നെ വന്ന് വിളിക്കും, നമ്മൾ പോവുക പാടത്തേക്ക് എന്ന് അറിഞ്ഞാണ്ട്. അങ്ങനെ ഉസ്താദ് എന്നെ കൂട്ടി പാടത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഉള്ള പണികളൊക്കെ ഞങ്ങൾ രണ്ടാളും കൂടി എടുക്കും. മറ്റുള്ള പറമ്പുക്കും പോകലുണ്ട്. അങ്ങനെയൊക്കെ കുറച്ചങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഞാൻ പിന്നെ നാട് വിട്ട് മദ്രാസിലേക്ക് നാട് വിട്ട് പോയിട്ട് അവിടുന്ന് കഴിഞ്ഞ് ഒരു കൊല്ലം എത്ര കഴിഞ്ഞിരിക്കണ്. കഴിഞ്ഞ ശേഷം ഉസ്താദ് മദ്രാസിൽ വന്ന് താന്നൂക്കാരൻ ഇസ്മായിലാജിൻ്റെ അവിടെ ഹോട്ടൽ ഉദ്ഘാടനത്തിനായിട്ട് മദ്രാസിലെത്തി. അയാളെ ഉദ്ഘാടനം കഴിഞ്ഞതിൻ്റെ ശേഷം ഉസ്താദ് എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞ് വിവരങ്ങളൊക്കെ ചോദിച്ച് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ച് സുഖമാണ്, അങ്ങനെ പോകുന്നുണ്ട് എന്നും പറഞ്ഞ്. ഇജ്ജി നാട് വിട്ടത് പോയിട്ട് എൻ്റെ കൃഷിയും പോയി നിന്നോട് പറഞ്ഞ് ഉസ്താദ്. അത് അവിടുന്ന് ഒരു വാക്കിൻ്റെ എപ്പോഴും എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ചൊരു സമയം അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂസക്കുട്ടി സാഹിബ് നമ്മോട് ഇടപെടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, ഉമറാക്കളെ, സഹോദരങ്ങളെ, ഉസ്താദിന്റെ ഓർമ്മകൾ പരിചയമുള്ള ആളുകളും ബന്ധമുള്ള ആളുകളൊക്കെ അയവിറക്കുന്നൊരു സമയമാണ്. നമ്മൾ ഉസ്താദിന്റെ നല്ല സമയം എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ വളരെ ചെറുപ്പമാണ്. നമ്മളെ അടുത്ത് ഇടപഴകാൻ അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും നമുക്ക് കൃത്യമായി ഇടപഴകാൻ സാധിച്ചില്ല എന്നൊരു സങ്കടം ഇപ്പോഴും ഉണ്ട്. കാരണം ഉസ്താദിന്റെ പാണ്ഡിത്യവും ഉസ്താദിന്റെ പ്രത്യേകതയൊക്കെ നമ്മൾ അറിഞ്ഞപ്പോൾ കുറെ വൈകിപ്പോയി. നമ്മൾ അറിയാതെ ബന്ധപ്പെട്ടതാണ് കുറെ കാര്യങ്ങൾ. അറിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് നഷ്ടമായി എന്നുള്ളതാണ്. പലപ്പോഴും ഉസ്താദിന് ഞങ്ങൾ കാണാനുള്ള താല്പര്യത്തിൽ ഉസ്താദ് നടന്നു പോകുന്ന ഒരു പതിവുണ്ട്. നടന്നു പോകാറാണ്. അപ്പൊ അതില് അവിടുന്ന് പടിഞ്ഞാറ് പിന്നെ നമ്മുടെ ഈ റോഡിൽ നിന്ന് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഉസ്താദിനെ കാണാനുള്ള ഒരു അവസരം നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കും. അങ്ങനെ ഒപ്പം ഇങ്ങനെ നടക്കാന്നുള്ളൊരു ഇതുണ്ട്. ഉസ്താദിന് ഭയങ്കര ഇഷ്ടമാണ് കൂടെ നടക്കുക എന്ന് പറഞ്ഞത്.
കൂടെ നടക്കുമ്പോൾ ഉസ്താദ് സാധാരണഗതിയിലല്ല, നല്ലോണം സംസാരിക്കും. അപ്പൊ കുറെ കാര്യങ്ങൾ സംസാരിക്കും. നമ്മളെ വ്യക്തിപരമായ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും അതുപോലെ നാട്ടിലെ കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ചറിയും. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ആവൂല എങ്കിൽ പോലും ചോദിച്ചറിയും. ഒരു പ്രത്യേകത തന്നെ വളരെ സൗമ്യ സ്വഭാവമാണ്. ചോദിക്കുമ്പോൾ നമ്മൾ ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ കുട്ടി നമ്മളെ സ്വഭാവത്തെ രീതിയിലാണ് സംസാരിക്കുക. നമ്മളപ്പത്തെ സാഹചര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ചോദിച്ചറിയും. അതുപോലെ വിദ്യാഭ്യാസപരമായ കാര്യം ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അറബി ഭാഷയിൽ വലിയ വലിയ അവഗാഹം ഉണ്ടെന്നുള്ളത് നമുക്ക് അന്ന് അറിയാം. എന്ന് വെച്ചാൽ ചില നമ്മൾ ഭൗതികമായി പഠിക്കുന്നത്, നമ്മളെ സ്കൂളിലൊക്കെ ഞാൻ ഐച്ഛിക വിഷയമായിട്ട് അറബി എടുത്ത ഒരാളാണ്. അപ്പോൾ ഭൗതിക സാഹചര്യത്തിലുള്ള അറബിയും നമ്മളെ കിതാബിലുള്ള അറബിയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പൊ ചില കാര്യങ്ങളിൽ ഗ്രാമർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ എന്നോട് ഇങ്ങനെ ചോദിക്കും. അത് ചില വാക്കുകൾ ചില സമയത്ത് നമ്മൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു പോലെ നമ്മൾ ഈ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഉസ്താദിന് അറിയുന്ന കാര്യങ്ങൾ പക്ഷെ വെറുതെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഫോട്ടോ എന്ന് പറഞ്ഞാൽ അത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഫോട്ടോ തന്നെയാണ്. അപ്പൊ ഈ ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞത് എന്താണെന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ അത് തന്നെയല്ലേ ഈ ഫോട്ടോ എന്ന് ചോദിച്ചു. ഉസ്താദിനെ ഫോട്ടോഗ്രാഫ് എന്നതിന് അറബിയിൽ പറയുന്നത് ഫോട്ടോഗ്രാഫ് എന്നാണ്. ഉസ്താദ് ഇങ്ങനെ പറഞ്ഞിട്ട് ഉസ്താദ് അറിഞ്ഞിട്ടും ഉസ്താദ് നമ്മളോട് സംസാരിച്ച് നമ്മളെ മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശമാണ്. അതുപോലെ തന്നെ ചില അറബി വാക്കുകളുണ്ട്. അതുപോലെ കീമിയ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ എന്നോട് ചോദിച്ചിങ്ങനെ. അപ്പൊ അതൊരു ശാസ്ത്രശാഖയാണെന്നൊക്കെ ഇങ്ങനെ ഉസ്താദിനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ക്ലൂ തരണമായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയുക കെമിസ്ട്രിയെ കുറിച്ചാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അത് അങ്ങനെയാണ്, രസതന്ത്രം എന്നാണെന്ന് തോന്നുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങൾ. അതുപോലെ തന്നെ പിന്നെ നമ്മൾ പോകുന്ന ഇടയിൽ നമ്മൾ ഇപ്പോൾ ഉസ്താദിന്റെ സമകാലികരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാവും. അവരായിട്ട് നമുക്കൊക്കെ അറിയാമല്ലോ, ഉസ്താദിന് ഒരു കൊട പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു പതിവുണ്ട്. അപ്പൊ അതൊരു ഉസ്താദിന്റെ ഞാൻ ചോദിച്ചു എന്തിനെങ്കിലും ഈ കൊട ഇങ്ങനെ ഇറുക്കി പിടിക്കണമെന്ന് ചോദിച്ചു. നമ്മള് ഒരു പക്ഷെ ഇന്നത്തെ ബുദ്ധിയാണെന്ന് ചോദിക്കൂല. കാരണം ഇന്നത്തെ പണ്ഡിതന്മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അടുക്കാൻ പോലും നമുക്ക് ഭയമാണ്. അല്ലെങ്കിൽ ഭയം തന്നെ അതൊരു രീതിയാണല്ലോ. നമ്മൾ അങ്ങനെ ഒന്നും അടുക്കൂല. അതിന് ഒരു സെക്യൂരിറ്റിയും കാര്യമായിട്ടും അല്ലാതെ കൂടി ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഫ്രാങ്കാണ്. എല്ലാവരും അടുത്തേക്ക് പോകുന്ന സ്ഥിതി. ഉസ്താദ് പറഞ്ഞാൽ അതൊരു ആയാസമാണ് പോലെ, ഒരു ശാരീരികമായ ഒരു ആയാസത്തിനാണ്, നല്ല സുഖമാണെന്നൊക്കെ എന്നോട് പറഞ്ഞത്. എൻ്റെ മറ്റുള്ളവരോട് വേറെ പലതും പറയണമെന്ന് എനിക്കറിയില്ല. നമ്മളിങ്ങനെ പോണ സ്ഥലം ചിലപ്പോൾ വീട്ടിൽ പോയി എങ്ങനെയാ വെച്ചാൽ കുറച്ച് കാലമാണ് ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു 2-3 വർഷമാണ് അങ്ങനെ അടുത്ത് ഇടപഴകാൻ എനിക്കൊരു അവസരം കിട്ടാൻ നമ്മൾ തോന്നിപ്പോവുകയാണ്. അല്ലാതെ നമ്മൾ ഉസ്താദ് വിളിച്ചിട്ടൊന്നുമില്ല. ചെന്ന് കഴിഞ്ഞാൽ ഉസ്താദ് വളരെ ഇഷ്ടമാണ്. ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇവിടെ മറ്റേ സുനിനാജി പറഞ്ഞ ഒരു നുറുക്ക് ഇങ്ങനെ എപ്പോഴും കടിച്ചിങ്ങനെ നുറുക്ക് കയ്യിലുണ്ടാവും. നമ്മൾ നുറുക്കിയിട്ട് പോകണം, അത്ര ഇഷ്ടമാണ്. അതിങ്ങനെ കടിച്ച് മുരുമുരിയായിട്ട് ഇങ്ങനെ കഴിക്കണത് വലിയ ഇഷ്ടമാണ്. നമ്മൾ ചെന്നാൽ നമുക്ക് ചായ പറയും. എന്നിട്ട് ഈ ചായ പറയുന്ന വെച്ചാൽ ഓരോ സംസാരങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ പറയും. അപ്പൊ ഞാൻ ഒരു ദിവസത്തെ പോലെ നമുക്ക് ചായ കൊടുത്താൽ നമ്മൾ വേറെ ചായ എടുത്ത് കുടിക്കുമല്ലോ. നമുക്ക് അത്ര ഒരു മര്യാദകളെ കുറിച്ചൊന്നും വലിയ ബോധ്യമൊന്നും ഇല്ല. അപ്പൊ ചായ കൊടുത്ത ഉസ്താദിനെ പോലെ ചായ എടുത്ത് അപ്പൊ ഞാൻ ആ ചായ എടുത്ത് കുടിച്ചു. അപ്പൊ എടുത്ത് കുടിച്ച് ഉസ്താദൊന്നും പറഞ്ഞില്ല. പിന്നെ ഉസ്താദ് എന്താ വെച്ചാൽ ഒരു കടി കൊണ്ടുവന്ന വരെ ഉസ്താദ് കാത്തിരുന്നിട്ട് കടി എന്തോ ഒരു കടിയാണ്, എനിക്ക് അത്ര ഓർക്കണില്ല. അത് കഴിച്ചതിന് ശേഷം ഉസ്താദ് ചായ കുടിച്ചത്. അപ്പൊ എനിക്കതിനൊരു ഇത് തോന്നി, എന്തേ പുസ്തകത്തിന് സമയത്ത് ചായ കുടിക്കാൻ ഞാൻ ചോദിച്ചു വെറുതെ. അപ്പൊ എന്നോട് കുലു വഷ്റബു എന്നാണ്. അപ്പൊ അത് തിന്നിട്ട് കുടിക്കാൻ വെച്ചിട്ടാണ് ഞാൻ. അതിന് ശേഷം ഞാൻ ഇന്ന് വരെ ഭക്ഷണം ചായ ആണെങ്കിൽ ഞാൻ കടി കൂട്ടാതെ കടി കൂട്ടിയിട്ടില്ല ഞാൻ ഇന്നേരം കുടിച്ചത്. അത് വല്ലാത്തൊരു അനുഭവം. അത്ര സൂക്ഷ്മത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അതൊരു ചെറിയ കാര്യമാണ്. അത് നമ്മൾ ആദ്യം തിന്ന് പിന്നെ കുടിച്ചത് കൊണ്ട് കുടിച്ചില്ല എന്ന് വെച്ചാൽ പ്രശ്നം ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതിലൊക്കെ വലിയ സൂക്ഷ്മത ഉസ്താദ് പുലർത്തിയെന്നുള്ളതാണ്. അതൊരു വലിയ ഗുണകരമായ കാര്യമാണ്. ഖുർആനിൽ പറഞ്ഞത് അങ്ങനെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് തുടക്കം തിന്നുകൊണ്ടാകണം എന്ന് നിർബന്ധം ഉസ്താദ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപാട് സൂക്ഷ്മത പുലർത്തും. അതുപോലെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ വളരെ സൗമ്യമാണ്. കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞൊന്നും വിടൂല. ഞാൻ എന്നാലും പോട്ടെ എന്നാലും എന്തെങ്കിലുമൊക്കെ ചോദിച്ച് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്ത് കുറച്ചുകൂടി ഇടപെട്ട് നമ്മളെ കൊണ്ട് ഇങ്ങനെ ദീർഘിപ്പിക്കും. എല്ലാവരും അങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് അറിഞ്ഞൂടാ. ഞാനൊക്കെ വല്ലപ്പോഴും ഞാൻ പോകാണ്ടായ കാരണം ഉസ്താദിന്റെ ഇടപഴകാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും നമ്മൾ മൊയ്തീൻ കുട്ടിയാണ്. നമ്മളെ കുഞ്ഞുകോക്കാൻ അനിയ മൊയ്തീൻ കുട്ടിയാണ്. അവനാണ് പ്രേരണ ഉണ്ടായത്. പക്ഷേ എങ്കിൽ പിന്നെ ഞാൻ തന്നെ ഒറ്റക്ക് പല അവസരത്തിലും പോയിട്ടുണ്ട്. ഉസ്താദിന്റെ ഒരുപാട് അറിവുകൾ ഭൗതികമായ ജ്ഞാനായിട്ട് ബന്ധപ്പെട്ട അറിവ് കിട്ടും. അറബി ഗ്രാമറൊക്കെ എനിക്ക് കുറച്ച് ഇഷ്ടമുണ്ടായിരുന്നു. ഞാൻ വല്ലാതെ പഠിച്ചില്ലെങ്കിലും ഗ്രാമർ ഉസ്താദ് നന്നായി. ഉസ്താദ് തന്നെ പറ്റിപ്പെടാൻ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതി ഗ്രന്ഥങ്ങൾ ഒരുപാട് ഉണ്ടാക്കി എന്നൊക്കെയാണ് അറിയുന്നത്. അങ്ങനത്തെ ഒരു ആളാണ്. അവർക്ക് ഈ അറബി സാഹിത്യത്തിൽ വലിയ പ്രാവീണ്യമുണ്ട്. മദ്ഹബുകളിൽ വലിയ പ്രാവീണ്യമുണ്ട്. അതുപോലെ കർക്കശമായ നിയമകാര്യങ്ങളിൽ ഇസ്ലാമിക നിയമകാര്യങ്ങൾ വളരെ കാർക്കശ്യം പുലർത്തിയിട്ട് അത് എന്ന് വെച്ചാൽ ദേഷ്യം എന്നല്ല എൻ്റെ അർത്ഥം. നിയമകാര്യങ്ങൾ അണുവിടെയല്ല ആരും മുമ്പിലും പറയും. അതിന് ദേഷ്യം പിടിക്കുന്നൊരു ദേഷ്യമല്ല, അതിനൊരു
എന്താ പറയുക, കാർക്കശ്യ നിലപാടുള്ള ഒരാളായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്കൊക്കെ മുമ്പ് അറിയാലോ, ഇതുപോലെ ഒരു നിയമം, ഒരു വിധി നടപ്പിലാക്കിയപ്പോൾ അതിലുണ്ടായ ഒരു മാറ്റം ഉസ്താദ് വാഹിർ എനിക്കൊന്നും ഓർമ്മയുണ്ട്. ഞാനതിങ്ങനെ ഉസ്താദിങ്ങനെ പള്ളിയിൽ നിന്ന് പറഞ്ഞത്, നമ്മൾ പ്രത്യക്ഷത വെച്ചിട്ടാണ് നമ്മൾ വിധിക്കുക, വൈബിയായ കാര്യങ്ങൾ പഠിച്ചവനെല്ലാം അറിയുള്ളൂ നൽകുക. ആ വിധി അങ്ങനെ മാറിയാൽ അത് തിരുത്താനുള്ള ഒരു ബോധ്യം ഉസ്താദിനുണ്ടായി, തിരുത്താനും നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഉസ്താദിനെ സംബന്ധിച്ച് അങ്ങനെ ഉണ്ട്. എനിക്കെന്നെ പിന്നെ ഒരുപാട് അനുഭവം ഉണ്ട്. നമുക്ക് ഒരുപാട് വ്യക്തം പറയരുതെന്ന് എന്നോട് പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയണില്ല, അപ്പോൾ പറയാമെന്ന് മാത്രം. അപ്പൊ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് പൂർണ്ണമായും മാറി. ഞാൻ ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നു, ചികിത്സയിരുന്നു, അത് ഫലിച്ചില്ല എന്നുള്ളതാണ്. ഇത് മാറി എന്ന് മാത്രമല്ല, പിന്നെ നമ്മൾ എന്തെങ്കിലും അത് വിട്ടുപോയാൽ അത് വീണ്ടും വരുന്ന ഒരു അവസ്ഥ ഉണ്ടായി എന്നുള്ളത്. അപ്പൊ അതൊക്കെ ഒരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പൊ അത് പലർക്കും അനുഭവം ഉണ്ടാകും. അതുപോലെ തന്നെ എനിക്കൊരു കോയിന് തന്നു ഉസ്താദ്, ഒരു കോയിന് ഇതവിടെ വെച്ചോ, അത് വേറെ ഉദ്ദേശത്തിനായിരുന്നു. അത് ആ ഒരു നിശ്ചിതമായ ഒരു കാര്യത്തിന് അത് വളരെയധികം ഫലവത്തായി എന്നുള്ളതാണ്. അപ്പൊ വ്യക്തിപരമായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഉസ്താദിന്റെ അന്നപ്പോ നമ്മള് പിന്നെ ഉസ്താദിന് കുറച്ച് കൃഷിയിടങ്ങളും അതുപോലെ തന്നെ കുറച്ച് പറമ്പൊക്കെ ഉണ്ടായിരുന്നുള്ളതാണ്. അപ്പൊ ആ പറമ്പിലൊക്കെ ഇപ്പൊ നമ്മളിപ്പൊ അറിയാം, നമുക്ക് മോഹനേട്ടൻ എന്നുള്ള ആനക്കം പറഞ്ഞു, മൂപ്പര് ഒരു സ്ഥിരം പണിക്കാരനാണ്. അപ്പൊ അവരോടൊക്കെ ചോദിച്ചാൽ തന്നെ അറിയാം, അവരോട് വളരെ പണിക്കാരോടൊക്കെ പെരുമാറുന്നത്, പണിക്കാരെ കൂടെ ഒക്കെ ഇവിടെ ഉണ്ടാകുമ്പോൾ വല്ലപ്പോഴൊക്കെ പണിക്കാരടുത്ത് പോകും. പണിക്കാരൊക്കെ എന്തോ ഒരു സൗമ്യമായിട്ടാണ് പെരുമാറുക. സൗമ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു മറ്റൊരർത്ഥമില്ല. ഇവിടെ കുഞ്ഞനാജി പറയുമ്പോൾ ലാളിത്യം എന്ന് ഉദ്ദേശിച്ച മുമ്പ് അതായിരിക്കും എന്ന് വെച്ചാൽ വളരെ സ്നേഹത്തിലെ പെരുമാറുക. അതാണ് നമുക്ക് ഏറ്റവും, നമുക്ക് ഉസ്താദിന് മാതൃകയാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് എനിക്ക് തോന്നുന്നത്. വളരെ സൗമ്യമായിട്ടാണ് ഉസ്താദ് സംസാരിക്കലൊക്കെ. നമ്മൾ കുട്ടികളാണെങ്കിൽ വളരെ സൗമ്യമായിട്ട് നമുക്ക് ഇടപഴകാൻ തോന്നിപ്പോവും. ഞാനത് പറഞ്ഞാൽ പിന്നീട് ഞാൻ പലതവണ ഉസ്താദിന്റെ വീട്ടിലേക്കൊക്കെ പോയിട്ടുണ്ട്. അത് പോകാനുണ്ടായ പ്രേരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്താദിന്റെ പെരുമാറ്റാണ്. നമുക്ക് സാധാരണ രീതിയിൽ മറ്റുള്ള ആളുകൾക്കൊക്കെ പോകുമ്പോൾ അവര് നമ്മൾ രണ്ടാമത് പോകാനും 2 പ്രാവശ്യം പോകാൻ 3ാമത് പോകാൻ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. അതിന് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത് പോകണമെങ്കിൽ നമുക്ക് 2 പ്രാവശ്യം പോയാൽ ഉണ്ടാകുന്ന അനുഭവമാണ്. ഉസ്താദ് നമുക്ക് പിന്നീടും പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഉസ്താദിനെ സംബന്ധിച്ച് പറഞ്ഞാൽ. പിന്നെ ദീർഘിപ്പിക്കുകയല്ല. പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഒരു ദിവസം ഇതേപോലെ ഞാൻ ഇങ്ങനെ പോണ സമയത്ത് നമ്മളെ പനയപാട് ചോയി എന്ന് പറഞ്ഞൊരാളുണ്ടല്ലോ പുറത്ത് ചോയി അപ്പൊ എന്താ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മൂപ്പരോട് ചോദിച്ചു എന്താണ് പിന്നെ ചോയി എൻ്റെ വിശേഷങ്ങളൊക്കെ വർത്താനൊക്കെ തന്നെ ചോദിച്ചു. വർത്താനം എന്ന് പറയാം, ഇങ്ങനെ വർത്താനം ചോദിച്ചു മൂലയപ്പോൾ എനിക്കിപ്പോ എന്താ ഒന്നുമില്ല, ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്താ എനിക്ക് ബുദ്ധിമുട്ട്? അല്ല എനിക്കിപ്പോ ആരും ഇല്ലല്ലോ. എനിക്കിപ്പോ ആരും എന്താ ഞാനില്ലേ, എൻ്റെ അടുത്തോട്ട് വന്നാൽ പോരെ, തമാശ തിരിച്ചു പറഞ്ഞു. അതൊരു സമാധാനത്തിനാണെന്ന് പറഞ്ഞത്. ഇങ്ങനെ നമ്മൾ തൊട്ടടുത്ത ആളുകളോട് അത് ഏത് ജാതി മത ഭേദമന്യേ നല്ല രീതിയിൽ പെരുമാറാനും ആശ്വസിപ്പിക്കാനൊക്കെ വല്ലാത്തൊരു കഴിവുണ്ടായിരുന്നു ഉസ്താദിന് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതേപോലെ എന്തെങ്കിലും സംശയം, അറബി കാര്യങ്ങളിൽ സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ഉസ്താദ് നമ്മൾ ആ സംശയത്തിന് മറുപടി പറഞ്ഞതിന് പകരമായിട്ട് എന്തെങ്കിലും ഇങ്ങോട്ട് നമ്മോട് വേറെ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചിട്ടാവും എന്ന് വെച്ചാൽ നമുക്ക് മറ്റൊരു അറിവും കൂടി പകർന്നു തരുന്ന രീതിയിലാണ് ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക എന്നല്ല. ഭൗതിക കാര്യങ്ങളിൽ ഉസ്താദ് സംസാരിക്കാൻ പ്രഭാഷണ രംഗത്തൊരു വലിയ ഒരു പ്രഭാഷണ ചാതുരി ഇല്ലെങ്കിൽ പോലും പറയുന്ന കാര്യങ്ങൾ സ്ഫുടമായി നമുക്ക് മനസ്സിലാക്കി തരാൻ നമുക്ക് വേദികളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പറയുന്ന കാര്യങ്ങൾ സ്ഫുടമായി നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി തരാൻ ഉസ്താദിന് കഴിയും. അതിനുള്ള ഗഹനമായ അറിവുണ്ട്. ഏത് കാര്യങ്ങളിൽ ഇപ്പൊ നമുക്കൊരു പ്രതിസന്ധിയുള്ള കാര്യം ഉണ്ടെന്ന് വിചാരിച്ചു, എന്തെങ്കിലും ഒരു കുഴപ്പ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉസ്താദിന്റെ പോലെ ഉസ്താദ് പറയുന്ന ഒരു മദ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു സമവായ വിഷയം എന്ന് പറഞ്ഞാൽ അത് വളരെ കറക്റ്റ് ആയിരിക്കും. നമ്മളത് ഉൾക്കൊള്ളാതെ പോകുന്നത് നിർഭാഗ്യമാണ്. പല അനുഭവം നമുക്ക് മഹലിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അത് നമ്മൾ ഉൾക്കൊള്ളാതെ പോകുന്നത് കൊണ്ട് അതിന്റെ പരിണിതി വളരെ വലിയ ദുർവ്യാപകമായ പരിണിതിന്റെ നമുക്ക് അനുഭവമാണ്. അപ്പൊ അങ്ങനെ വലിയ ഒരു എന്താ പറയാ ഒരു വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അതുപോലെ തന്നെ പല ആളുകൾക്കും ഞാൻ മനസ്സിലാക്കുന്നതിന്റെ ഒപ്പൊക്കെ പറഞ്ഞു കേട്ടത് എന്താ വെച്ചാൽ പാക്കൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ ഒരു എന്താ പറയാ ഒരു വല്ലാതെ സഹായങ്ങൾ, സാമ്പത്തികമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ പ്രതിസന്ധിയുള്ള സമയത്തൊക്കെ വളരെ പല ദിക്റുകളും കാര്യമൊക്കെ കൊടുത്തിട്ട് ഒരുപാട് ആശ്വാസം പല കാര്യങ്ങളും ഉണ്ടായതായിട്ട് എന്നോട് പറയാറുണ്ട്. അപ്പൊ അതും എനിക്കൊരു പ്രചോദനമായിട്ടുണ്ട് പോകാൻ കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങളിൽ ഉസ്താദ് വല്ലാത്തൊരു അത്താണീനായിരുന്നു. നമുക്ക് 33 വർഷം എന്ന് പറയാൻ നമ്മളിപ്പോൾ ആലോചിച്ച് വെക്കണം. ഞാൻ അതാണ് പറഞ്ഞത്, വളരെ ചെറുപ്പമാണ്. ഞാൻ ഒരു 18, 19, 20 ആ കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ 21, 20 ആ സമയത്തായിരിക്കാം ഉസ്താദിനായിട്ട് ബന്ധപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് ബഹുമാനം എന്ന് പറയുന്ന ഒരു വല്ലാതെ കുറഞ്ഞു എന്ന് എനിക്കിപ്പോൾ സങ്കടം തോന്നുന്നു. ഉസ്താദിനെ കൂടുതൽ കിട്ടിയില്ല, നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഇങ്ങനെയൊന്നും മനസ്സിലാവും ഉസ്താദിന്റെ പ്രത്യേകതകൾ. കാരണം ഒരുപാട് മദ്ഹബുകളിൽ എല്ലാ മദ്ഹബുകളും വ്യത്യസ്തമായിട്ടുള്ള വിവരങ്ങളും അത് കൃത്യമായ അവഗാഹമുള്ള ഒരു മനുഷ്യനായിരുന്നില്ല, ഒരു വ്യക്തിയായിരുന്നു. അത് വല്ല മഹാമനീഷിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഇൽമ് ഉപയോഗപ്പെടുത്താൻ നമുക്ക് വളരെ സാധിക്കാതെ പോയിട്ട് അദ്ദേഹത്തിന് മരണശേഷമെങ്കിലും നമുക്ക് അദ്ദേഹത്തിന്റെ മഹത്വം മനസ്സിലാക്കി. നമുക്കറിയാമല്ലോ മരണശേഷവും നമുക്ക് മഹാന്മാരായിട്ടുള്ള ആളുകളുടെ സഹായം ഒരു ദിവ്യത്വമൊക്കെ നമുക്ക് ലഭിക്കുമെന്ന് നമുക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവരുടെ ആ മരണശേഷമെങ്കിലും നമുക്കത് കിട്ടണം.
ഞാൻ പറയുന്നത് കുറച്ചു കാലം എനിക്ക് നമുക്ക് കിട്ടിയത് നമ്മൾ സുലൈമാൻ മൗലവി സോപ്പ് മാതിരി എന്ന് പറയാറുണ്ട് പഴയ കാലത്ത്. കിട്ടിയവർ കിട്ടിയ പിന്നെ എന്താ പറയുക, കിട്ടിയവർക്ക് ഇനിയും കിട്ടിയില്ല, കൂടുതൽ കിട്ടിയില്ലോ എന്ന് തോന്നും, കിട്ടാത്തവർക്ക് കിട്ടിയില്ലല്ലോ എന്ന് തോന്നുന്നു പറഞ്ഞ പോലെ വല്ലാത്തൊരു വിഷമമാണ് നമുക്ക് തോന്നി. നമുക്ക് ആ സമയത്ത് അത് വ്യക്തമായി ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലല്ലോ, അത് മനസ്സറിഞ്ഞ് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു ദുഃഖം പലപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടാകാറുണ്ട്. സങ്കടത്തോടെ നമ്മൾ ഓർക്കാറുമുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് ചില വയല് പ്രഭാഷണ വേദിയിലൊക്കെ നമ്മൾ ചാതുരി കൂട്ടാനും പ്രസംഗത്തിന്റെ ജനങ്ങളെ ആകർഷിക്കാനൊക്കെ പല പൊടിക്കൈകളും മതപ്രഭാഷകരൊക്കെ തന്ന് പ്രയോഗിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മോട് ഉസ്താദ് പറയാറുണ്ട്, അതൊക്കെ ഒന്നും ശരിയല്ല അങ്ങനെ പറയുന്നത്. ചില തമാശകൾ പറയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ആ പറയുന്ന തമാശകൾ ആളുകളെ ഉറക്കച്ചെലവൊന്നും ഒഴിവാക്കാനൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ തമാശയ്ക്ക് വേണ്ടി, പക്ഷെ അതൊക്കെ മതവിരുദ്ധമായ മേഖലയിലേക്ക് പോകുന്നുണ്ടെന്ന ആശങ്ക ഉസ്താദ് പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ ആണെങ്കിലും ഉസ്താദിന്റെ സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിനും സൂക്ഷ്മതയാണ്. നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ അതിപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞില്ലേ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ കുലു ബഷ്റബു എന്ന് പറഞ്ഞ മാതിരി എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായ സൂക്ഷ്മത അത് നമ്മോട് പറയാറുണ്ട്. ഞാൻ അന്നൊന്നും എനിക്ക് നമുക്ക് കൃത്യമായിട്ട് ചെരുപ്പിടുമ്പോൾ നമ്മൾ ആ നിഷ്കർഷ, അതുപോലെ പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പിടിക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ കാര്യം ഉസ്താദ് ചെയ്യണമെങ്കിൽ നമ്മളൊരു കാലെടുത്ത് വെക്കണമെങ്കിൽ അതിൽ മതവിധി വളരെ പ്രധാനമായിരിക്കും. മതവിധി അനുസരിച്ച് മാത്രമേ ഉസ്താദിന്റെ മൂവ്മെന്റ് ചലനം ഉണ്ടാവുള്ളൂ. അത് വളരെ കർക്കശത്തോടെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ഉസ്താദ് നടന്നു പോകണമെങ്കിൽ അതിലൊരു മതവിധി അനുസരിച്ചായിരിക്കും ഉസ്താദ് നടക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു പാത പിന്തുടരാൻ നമുക്ക് ആവട്ടെ എന്നാണ് നമ്മൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. കാരണം നമുക്ക് ആയിട്ടില്ല, നമുക്ക് നഷ്ടപ്പെട്ട അത് നമ്മുടെ നാട്ടിലെ ഒരു എന്താ പറയാ ഒരു വല്ലാത്ത ഒരു വ്യക്തിത്വമായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് നഷ്ടപ്പെട്ട എന്താ പറയാ ഒരു എന്താ പറയുക ഉജ്ജ്വലമായിട്ടുള്ള ഒരു നമ്മുടെ നാടിന്റെ ഒരു പ്രതീകം അല്ലെങ്കിൽ റഹ്മത്ത് നഹ്മത്ത് എന്നൊക്കെ പറയും. ആ അനുഗ്രഹം നമുക്ക് നഷ്ടമായിട്ടുണ്ട്. നഷ്ടമായി എന്ന് പറഞ്ഞുകൂടാ, ഇങ്ങനെ ഭൗതിക രംഗത്ത് നഷ്ടമായെങ്കിലും നമുക്കത് ഉഹ്രവിയായ മേഖലയിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണം. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമ്മൾ അയവർക്കണം. ഉസ്താദിന് വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, പ്രാർത്ഥിക്കണം. അപ്പൊ അതിനുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കും. ഉസ്താദിന്റെ ബറക്കത്ത് നമുക്ക് ഉണ്ടാവും. അതിനൊക്കെ നമ്മളൊക്കെ തയ്യാറാണെന്ന് ഈ അവസരത്തെ സൂചിപ്പിക്കാനുള്ളൂ. ഏതായിരുന്നാലും നമുക്കൊക്കെ ഇനിയും ഒരുപാട് സ്നേഹവും അതുപോലെ തന്നെ ഹുബ്ബൊക്കെ ഉസ്താദിന് നൽകാൻ കഴിയട്ടെ, എനിക്കും നിങ്ങൾക്കും കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. വളരെ ഗഹനമായ ഒരു സദസ്സിലാണ് നമ്മളുള്ളത്. ഈ വൈകിയ വേളയിൽ നീട്ടിപ്പരത്തിയൊന്നും പറയുന്നില്ല. ഉസ്താദിൻ്റെ കൂടെ ഓമച്ചപ്പുഴ ദർസിൽ 3-4 വർഷം ജീവിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ സമയത്തുണ്ടായ രംഗങ്ങൾ, അനുഭവങ്ങൾ പലതും പല സമയത്ത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പലപ്പോഴായി നമ്മൾ പലതും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇവിടെ അവതരിപ്പിക്കുന്നില്ല. ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട നമ്മൾ അബുവാജി സൂചിപ്പിക്കുകയുണ്ടായി. ഉസ്താദിൻ്റെ ആണ്ടോ അല്ലെങ്കിൽ എന്തോ ഒരു പരിപാടി മഹല്ല് കമ്മിറ്റിൻ്റെ കീഴിൽ നടന്നു എന്ന്. അതിനെക്കുറിച്ച് എൻ്റെ ഞാൻ അറിഞ്ഞൊരു വിഷയം പറയുകയാണ്. ഒരു 90% അത് ശരിയാണ് എന്നതിന്. അതായത് 14 ഉസ്താദിൻ്റെ പേരിലൊരു ചടങ്ങ് കമ്മിറ്റിൻ്റെ കീഴിൽ വിപുലമായി പള്ളിയിൽ നടന്നുകയുണ്ടായി. പിന്നെ 1ാമത്തെ ആണ്ട് നടന്നത് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ സഹചാരിയായിരുന്ന പനയത്തിൽ സെയ്ദ് മുസ്ലിയാർ, ഞങ്ങളുടെ എളാപ്പ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ്. അന്ന് കമ്മിറ്റി അങ്ങനെയൊന്നുമില്ല, നേതൃത്വത്തിൽ ഒരു ആണ്ട് നേർച്ച സംഘടിപ്പിക്കുകയുണ്ടായി. ചെറിയ പരിപാടി നമ്മുടെ അവിടുത്തെ പള്ളിയിൽ ഒതുങ്ങിയ അങ്ങനെ ചെറിയ അന്നദാനമൊക്കെ അവിടെ വരുന്ന ഉസ്താദുമാർക്കുള്ള ഒരു പരിപാടിയൊക്കെ ഉണ്ടായി. അതിൽ കുറച്ച് കാശിൻ്റെ ഷോർട്ട് വന്ന് അത് ഓമച്ചപ്പുഴ ഹൈദർ സാജി എന്ന് പറയുന്ന ഒരു മഹാനുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി, അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അവർ ഉസ്താദിൻ്റെ ഒരു മുഹിബ്ബായിരുന്നു. അവർ ആ കടം തീർക്കുകയും പിന്നീട് അടുത്ത 2 വർഷക്കാലം 2ാമത്തെയും 3ാമത്തെയും ആണ്ട് ബഹുമാനപ്പെട്ട കൊണ്ടൂർ ഉസ്താദ് ഏറ്റെടുക്കുകയും അവരുടെ നിയന്ത്രണത്തിലാണ് ആ കാര്യങ്ങൾ നടക്കുകയും ചെയ്തത്. പിന്നീട് നമുക്കിവിടെ കമ്മിറ്റിയും അങ്ങനെ ഇവിടുത്തെ നാട്ടിലെ പല പ്രമുഖരൊക്കെ ഏറ്റെടുത്ത് ചെറുതായി അങ്ങനെ നടന്ന് ഇപ്പോൾ അൽഹംദുലില്ലാ വളരെ വിശാലമായ വളരെ വിപുലമായ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അന്നദാനമൊക്കെ വളരെ വലിയ ഒരു പദ്ധതിയായിട്ട് നടപ്പിലാക്കുകയാണ്. നാളെ അതിനുള്ള അവസരമാണ്. എല്ലാവരും സഹകരിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. കൂട്ടത്തിൽ പറയാനുള്ള മറ്റൊരു ഉസ്താദ് എപ്പോഴും ഒരു മസ്അല, നേരത്തെ മുസകുട്ടി സൂചിപ്പിച്ചതുപോലെ എല്ലാ ജീവിത രംഗത്തും ഒരു മസ്അല ആർക്കെങ്കിലും ഒന്ന് കിട്ടും. ഉസ്താദിനൊപ്പം പോവുകയാണെങ്കിലും ഒരു സദസ്സിൽ പങ്കെടുക്കുകയാണെങ്കിലും ഒരു കല്യാണത്തിന് പോയിട്ട് പോവുകയാണെങ്കിൽ പോലും ഉസ്താദിൻ്റെ ഇരുന്നൊരു മസ്അല ആർക്കെങ്കിലും ഒന്ന് കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ അതെല്ലാവർക്കും അനുഭവമാണ്. എന്നോട് ഓമച്ചപ്പുഴ വെച്ച് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു പണ്ഡിതൻ ചോദിച്ചു, ഉസ്താദിൻ്റെ ഇളയ മകളെ കല്യാണം ഉണ്ടായത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഈ കല്യാണം ഓർമ്മയുണ്ട്, പക്ഷെ ഞാൻ അന്ന് ഇവിടെ ഇല്ല, അന്ന് ബാക്കിയാത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ കല്യാണത്തിന് ഞാനില്ല, പക്ഷെ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു. അന്ന് അവിടെ ഒരു മസാല ചർച്ച ഉണ്ടായിക്കണേ, നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിച്ചു. ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് മുതൽ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷണം തുടങ്ങി.
പക്ഷെ അന്വേഷണം തുടങ്ങിയെങ്കിൽ എനിക്ക് വ്യക്തമായിട്ട് വിശദമായിട്ട് കിട്ടിയിരുന്നില്ല. കഴിഞ്ഞ വർഷത്തെ ആണ്ടിന് നമ്മളെ ചങ്ങാനി ഉസ്താദ് ക്ലാസ്സിൽ ആ വിഷയം അവതരിപ്പിച്ചു. അത് കേട്ടവർ പലരും ഇവിടെ ഉണ്ടാവും, കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ ചുരുങ്ങിയെന്ന് പറയാം. ഉസ്താദിൻ്റെ ഇളയ മകൾ സൈനബ, അവരുടെ കല്യാണം. അപ്പോൾ കല്യാണത്തിന് പുതിയാപ്പള വരുന്നത് വരെ ഉസ്താദിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കല്യാണം. പുതിയാപ്പള ഉസ്താദിൻ്റെ അളിയൻ കൂടിയായ ആദം മുസ്ലിയാരുടെ നമുക്കൊക്കെ ആദം മുസ്ലിയാർ മർഹൂം, അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ, അവരുടെ മകൻ അബ്ദുസമ്മദാണ് വരൻ. അപ്പോൾ പുതിയാപ്പള വരുന്ന സമയം വരെ ഉസ്താദ് കിതാബ് നോക്കിക്കൊണ്ടും എഴുതിക്കൊണ്ടും ഒരു കിതാബ് മറ്റുള്ള അങ്ങനെ എഴുതിക്കൊണ്ടൊക്കെയുള്ള പരിപാടിയാണ്. അങ്ങനെ പുതിയാപ്പള വന്ന് സദസ്സിൽ വന്നിരുന്നപ്പോൾ ഉസ്താദിനെ അറിയിച്ചപ്പോൾ ഉസ്താദ് കിതാബൊക്കെ മടക്കി വെച്ചിട്ട് നിക്കാഹിന് വേണ്ടി സദസ്സിലേക്ക് വന്നു. അങ്ങനെ നിക്കാഹൊക്കെ കഴിഞ്ഞു. നിക്കാഹ് കഴിഞ്ഞപ്പോൾ കമ്മിറ്റിക്കാർ അന്ന് എൻ്റെ അഭിപ്രായത്തിൽ അബോചനയാണ് സെക്രട്ടറി എന്ന് എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല. ഏതായാലും കമ്മിറ്റിക്കിൽപ്പെട്ട 1-2 ആളുകൾ നമ്മൾ രജിസ്റ്റർ ഉണ്ടല്ലോ, വിവാഹ രജിസ്ട്രേഷൻ, അതുമായി വന്ന് പുതിയാപ്പള അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയാപ്പളുടെ പേര് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം സമദ് എന്ന് പറഞ്ഞു. ഉസ്താദ് ഉടനെ നിക്കാഹ് കഴിഞ്ഞ് അമോശനായിരിക്കുന്ന നമ്മുടെ ഉസ്താദ് ആ സദസ്സിൽ ആളുകൾ തിങ്ങിക്കൂടി ആ സദസ്സിൽ വെച്ച് ഉസ്താദ് പറയാം, സമദ് അള്ളാൻ്റെ പേരല്ലേ എന്ന് ഉസ്താദ് ചോദിച്ചു. അപ്പോൾ എല്ലാവരും കൂടി ഉടനെ നമ്മൾ ഇയാൾ അബ്ദുസമ്മദ് എന്ന് തിരുത്തി പറയുകയും ചെയ്തു. ഓക്കെ, അതോടെ വിഷയം അവിടെ അവസാനിച്ചില്ല. ഉസ്താദ് വീണ്ടും പറഞ്ഞു. ഉസ്താദ് പിന്നെ അവിടെ ഇരുന്നിട്ട് പറയണം, ഇമാം റാഫി അലൈഹി റഹ്മ അവരുകൾ ഗസാലി ഇമാമിൻ്റെ വജീസ് എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്. ആ വജീസിനൊരു ശറഹ് എഴുതി. ആ ഉസ്താദ് പറഞ്ഞ മസാലയുടെ തെറ്റ ഇത് നമ്മൾ ചങ്ങാനി ഉസ്താദ് അവതരിപ്പിച്ചപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കിട്ടിയത്. വജീസ് എന്ന കിതാബിന് ഒരു ശറഹ് എഴുതി ഇമാം റാഫി അലൈഹി റഹ്മ. എന്നിട്ട് അതിന് അസീസ് എന്ന് പേരിട്ടു ആ കിതാബിന്. അന്നത്തെ ഉലമാക്കൾ കിതാബ് പുറത്തു വന്നപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞു, അസീസ് അള്ളാൻ്റെ പേരല്ലേ എന്ന് ചോദിച്ചിട്ട് ഉലമാക്കൾ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലയിടയിൽ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഉടനെ ഈ മുസനിഫ് ഈ വിഷയം അറിയുകയും ഗ്രന്ഥരചിതാവ് ഈ വിഷയം അറിയുകയും അദ്ദേഹം ഫത്ഹുൽ അസീസ് എന്ന് പേര് തിരുത്തി എഴുതുകയും ചെയ്തു എന്ന് സംഭവം ഉസ്താദ് ആ നിക്കാഹിൻ്റെ സദസ്സിൽ വെച്ച് അവതരിപ്പിച്ചു എന്ന് പറഞ്ഞതാണ്. ഇത് പറയാനാണ് ഞാൻ ഈ വിഷയം പറഞ്ഞത്. അപ്പോൾ എവിടെയും നമുക്ക് ഉസ്താദിൻ്റെ അടുത്ത് മസാല എന്തെങ്കിലും ചരിത്രം എന്തെങ്കിലും ഒരു ഇൽമ് കിട്ടും. ഒരു ദിവസം നമ്മളെ ഉസ്താദ് കിടക്കുന്ന ആ പള്ളിയിൽ, ഇന്നത്തെ പള്ളിയിൽ ഓടിട്ട സമയത്ത് അന്ന് നമ്മളെ മമസാഗൊക്കെ അന്ന് മുതൽ ഇന്ന് വരെ മരുവൊക്കെ അവിടെ ഉണ്ടാവും. അന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരു ദിവസം ബാങ്ക് കൊടുത്ത് നമ്മളെ കുഞ്ഞിതോക്ക ചാത്തേരി, അന്നും ഒരു സ്ഥിരമായി മോദിനുണ്ട്, പക്ഷെ അദ്ദേഹം അവിടെ ഇല്ലാത്തതുകൊണ്ടോ ലീവ് എന്തോ അറിയില്ല, സ്ഥിരം ബാങ്ക് കൊടുത്ത് നമ്മളെ ചാത്തേരി കുഞ്ഞിതോക്ക അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അങ്ങനെ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞു. നമ്മളെ പനങ്ങാട്ടൂരിൽ നിന്ന് വരുന്ന ഒരു കാസിമിയൊക്കെ ഉണ്ട്, നമുക്കൊക്കെ അറിയാം. അപ്പം അടുത്ത് മരണപ്പെട്ടു, അല്ലാഹു തആല അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറായിട്ട്. ഈ കാസിമിയാക്കാൻ്റെ പരിപാടി എന്താ? പനങ്ങാട്ടൂർ അംസസ്ഥാനിൻ്റെ അടുത്ത് എല്ലാ മുത്തഅല്ലിമീങ്ങളുടെ കൂടെ ഫിഖ്, തഫ്സീർ, ഹദീസ് തുടങ്ങിയ കിതാബുകളിലൊക്കെ ആ കുട്ടികളെ കൂടെ പോയിരിക്കുക, അങ്ങനെ പഠിക്കലാണ് പരിപാടി. അങ്ങനെ ഈ കാസിമിയാക്ക് എന്ത് ചെയ്തു? സുന്നത്ത് നിസ്കരിച്ച ഉടനെ ഈ കാമത്ത് കൊടുത്തു. മഗ്‌രിബിന് അധികം സമയം ഉണ്ടായിരുന്നില്ല, ഈ കാമത്ത് കൊടുത്തു. ഇക്കാമത്ത് കൊടുത്ത് അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിതാക്ക പറഞ്ഞ് വാക്കൊടുത്ത് ഞാൻ ഇവിടെ ഉണ്ടാകുമ്പോൾ നിങ്ങളെന്തിനാ ഇക്കാമത്ത് കൊടുത്തിയെന്ന് വെച്ചു. കുഞ്ഞിതാക്കൻ്റെ ശൈലി അങ്ങനെ ആയിരുന്നു. അപ്പോൾ കാസിമിയ യാതൊന്നും കുഴപ്പമില്ലല്ലോ കുഞ്ഞു തോന്നുന്നു. ആ കുഴപ്പമുണ്ട്. അവിടെ വിഷയം അവിടെ അവസാനിച്ചു. നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും പോയി. അങ്ങനെ ഈ കാസിമിയാക തീരുമാനിച്ചു, അങ്ങനെ ഒരു കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ ഇത്രയും കാലം എന്നോട് ആരും പറഞ്ഞിട്ടില്ലല്ലോ, ആ കുഴപ്പം തീർക്കാൻ അന്വേഷിക്കണം. ഉസ്താദ് വ്യാഴാഴ്ച കൂടി ഉസ്താദ് വരട്ടെ, അത് ഓമച്ച പോയ ദിവസമാണ്. വ്യാഴാഴ്ച ഉസ്താദ് വരട്ടെ ചോദിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വ്യാഴാഴ്ച വന്നപ്പോൾ മഗ്‌രിബിന് മുമ്പ് നേരെ ഇങ്ങനെ വരുന്നത് നോക്കിക്കാം. അങ്ങനെ നേരെ നമ്മളെ കാസിമിയൊക്കെ പോയിട്ട് ഉസ്താദിനോട് ചോദിച്ചു ഈ വിഷയം. ഉസ്താദ് പറഞ്ഞ് ആ കിതാബിലൊക്കെ ഉള്ളതാണല്ലോ, ബാങ്ക് കൊടുത്ത ആളവിടെ ഉണ്ടാകുമ്പോൾ ബാങ്ക് കൊടുത്ത ആളെ നീ കാമത്ത് കൊടുക്കണം, അല്ലെങ്കിൽ അയാൾ സമ്മതം തരണം, നിങ്ങൾ കൊടുത്തോളിന്ന് പറയണം, അല്ലെങ്കിൽ ബാങ്ക് കൊടുത്ത ആളെ അവിടെ ഉണ്ടാകുമ്പോൾ മുപ്പരനെ കൊടുക്കണം എന്ന് കാസിമിയാക്കാട് പറഞ്ഞു. കാസിമിയാക്ക അവിടെ കുഞ്ഞിതാക്ക നിങ്ങൾ പറഞ്ഞതിനിട്ട് ശരി, ഞാൻ ശരിയല്ലേ പറയുള്ളൂ. അപ്പോൾ കുഞ്ഞിതാക്ക ഞാൻ ശരിയല്ലേ പറയുള്ളൂ, ഞാൻ പറഞ്ഞെന്താ, ഞാൻ കാര്യപ്പെട്ട ആളെ പോകാനല്ല, അങ്ങനെ ഒന്ന് ഉഷാറായിട്ട് പറഞ്ഞു. അല്ലാഹു തആല അവരൊക്കെ പോയി അവരൊക്കെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഇങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ ഉസ്താദുമായി ബന്ധപ്പെട്ട എല്ലാ ജീവിതത്തിലും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയവരാണ് നമ്മൾ അധികം ആളുകൾ. അല്ലാഹു തആല അവരോടൊന്നിച്ച് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. അവസാനിക്കുകയാണ്, ഒന്നും പറയുന്നില്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ സാധാരണക്കാരുടെ ഭാഷയിൽ ചർച്ച ചെയ്യാനാണ് ഇങ്ങനെ ഒരുമിച്ച് കൂടിയത്. അൽഹംദുലില്ലാ, എത്ര പറഞ്ഞാലും തീരൂല എന്ന് ഈ സദസ്സ് തെളിയിക്കുന്നുണ്ട്. ഉസ്താദിൻ്റെ കൂടെയുണ്ടായിരുന്നവർ,
പലരും വിട പറഞ്ഞു പോയി. ഉസ്താദ് ഇന്നിപ്പോൾ ജീവിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഇറക്കിയ സ്മരണികയിലൂടെയാണ്. അതിൽ ഇവിടെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്, അല്ലാത്തതുണ്ട്, അതിലില്ലാത്ത പലതും ഇവിടെ പറഞ്ഞതുണ്ട്. ഇൻഷാ അല്ലാഹ് അവരുടെ ഓർമ്മകൾ, തിദ്കാറുകൾ നമുക്ക് വലിയ ഊർജം പകരും. ബഹുമാനപ്പെട്ട ഉസ്താദ് മണലിപ്പുഴയിലാണ് ജനിച്ചത്. വെള്ളിയാമ്പുറത്ത് നിന്ന് വിവാഹം കഴിച്ചു. പല ഘട്ടങ്ങളിലായി 4 ഭാര്യമാരുണ്ടായിരുന്നു. വെള്ളിയാമ്പുറത്ത് ആണ് പിന്നെ സ്ഥിരതാമസമാക്കിയത്. വെള്ളിയാമ്പുറത്തിന് വെളിച്ചമായി ഉസ്താദ് എന്നും നിലനിൽക്കുകയാണ്. ഉസ്താദിന്റെ കൂടെയുള്ളവർ, ഉസ്താദിന്റെ കൂടെയുണ്ടായിരുന്നവരാണ് ഉസ്താദിനെ ഏറ്റവും കൂടുതൽ പുകഴ്ത്തുന്നത്. അതുതന്നെയാണ് ഉസ്താദിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഉസ്താദിന്റെ ഒപ്പം നടന്നവർ ഉസ്താദിനെ വാഴ്ത്തുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നേരത്തെ ഇവിടെ പറഞ്ഞു, ഉസ്താദിന്റെ ബന്ധുക്കളായ ആളുകൾ, ഉസ്താദിന്റെ ശിഷ്യന്മാർ, ഉസ്താദിന്റെ ഉസ്താദുമാർ, ഒരുപാട് ആളുകളുണ്ട്. ബഹുമാനപ്പെട്ട പാലക്കാട് ജില്ലയിലെ ഇരുമ്പാലശ്ശേരി വലിയ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ, അതുപോലെ തന്നെ പാങ്ങിൽ ഉസ്താദ്, തിരൂരങ്ങാടി മൊയ്തീൻ മുസ്ലിയാർ, ഒരുപാട് ആളുകൾ, മമ്മൂട്ടി മുസ്ലിയാർ, ഒരുപാട് ആളുകളുണ്ട്. ഞാനതൊന്നും ദീർഘിച്ചു പറയുന്നില്ല. ഉസ്താദിന് താങ്ങും തണലുമായി നിന്നവരായിരുന്നു ബഹുമാനപ്പെട്ട CK മുഹമ്മദ് മുസ്ലിയാർ. ഉസ്താദിനോട് അങ്ങേയറ്റം മഹബത്തുണ്ടായിരുന്ന വ്യക്തിത്വമായിരുന്നു. ഉസ്താദ് എന്തു പറയുന്നു അത് അപ്പടി സ്വീകരിച്ച്, അതിന് സമ്പത്ത് കൊടുക്കേണ്ടി വന്നാലും എന്തു കൊടുക്കേണ്ടി വന്നാലും ഉസ്താദിനെ അകമഴിഞ്ഞ് സ്നേഹിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. അല്ലാഹു തആല അവരുടെയും ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. അതുപോലെ തന്നെ സയ്യിദ് മുസ്ലിയാർ അടക്കമുള്ള ഒരുപാട് ആളുകൾ ഉസ്താദിന്റെ കൂടെ നടന്ന് സ്വർഗത്തിലേക്ക് സഞ്ചരിക്കാൻ ശ്രമിച്ചവരായിരുന്നു. ഉസ്താദിന്റെ ശിഷ്യന്മാരുടെ പരമ്പര ഒരുപാടാണ്. ഉസ്താദ് ഈ മഹല്ലിന്റെ ഖാദിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഖാദി സ്വീകരിക്കേണ്ട നിലപാടുകൾ ഉസ്താദ് കൃത്യമായി സ്വീകരിച്ചിട്ടുണ്ട്. വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പ്രവേശിക്കുന്നില്ല. ഉസ്താദിന്റെ വാക്കുകൾ, ഉസ്താദിന്റെ നിലപാടുകൾ, അത് ഉസ്താദിന്റെ ജീവിതം തന്നെയായിരുന്നു. ആ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളത് വെള്ളിയാമ്പുറത്തുകാർ നന്നായി അനുഭവിച്ചതാണ്. 33 വർഷത്തിന് ശേഷവും ഇപ്പോഴും നാം അത് അനുവർത്തിച്ച് അനുസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. അവിടുത്തെ മദതും തർബിയത്തും അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇങ്ങനെയൊരു വേദി ഇൻഷാ അല്ലാഹ് ഇത് തുടർന്നും ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹസീനാർ മൗലിയരാണ് ഇതിന് കാരണക്കാരൻ. മൂപ്പരിങ്ങനെ ഉസ്താദിനെ പറ്റി ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉസ്താദിനെ പറ്റി പകർത്താനുണ്ട്, പറയാനുണ്ട് എന്ന് ബോധ്യം വന്നപ്പോൾ, ഈ വേദി കൂടിയായപ്പോൾ അതിന് കൂടുതൽ അവസരമുണ്ട്. ഇൻഷാ അല്ലാഹ് പലരും മൈക്കാണ്ട് കിട്ടിയാൽ ഒരുപാട് പറയാൻ ഇവിടെ തന്നെ ഒരുപാട് ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് പങ്കെടുത്ത എല്ലാവർക്കും സന്തോഷം അറിയിച്ച് ഈ വേദി ഇവിടെ അവസാനിപ്പിക്കുന്നു.